ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇന്ന് 10ാം ക്ലാസ് പരീക്ഷ തുടങ്ങിയ ദിവസമാണ്. ഇന്ന് മലയാളം പരീക്ഷയായിരുന്നു. താമരശ്ശേരി എളേറ്റിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 49ാം മുറിയിൽ അവസാന ബെഞ്ചിൽ 628307 എന്ന റോൾ നമ്പറുകാരൻ വരേണ്ട ഭാഗം ഒഴിഞ്ഞുകിടക്കുകയാണ്. പക്ഷേ പ്രതിപട്ടികയിലുള്ള 5 പേരും പരീക്ഷ എഴുതിയിട്ടുണ്ട്. കോപ്പിയടിച്ചവരെ അടക്കം മാറ്റി നിർത്തുമ്പോൾ സർക്കാർ നൽകുന്ന സന്ദേശം എന്തെന്ന് ഷാബാസിന്റെ പിതാവ് തൊണ്ടയിടറി ചോദിക്കുന്നു. സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ചെന്ന് 3 മണിക്കൂർ ചർച്ച ചെയ്തു. കേരളത്തിലെ ലഹരി കൊലപാതകങ്ങളുടെ കണക്കും ലഹരിയുടെ വരവും മുഖ്യമന്ത്രി നിരത്തുമ്പോൾ നിങ്ങൾ എന്തു ചെയ്തു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഈ 9 വർഷമെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രോഷാകുലനായി. അഭിസംബോധനയിൽ ക്ഷുഭിതനായ മുഖ്യമന്ത്രി ഒരു വേള നിലവിലെ പ്രതിപക്ഷ നേതാവിനെ പ്രകീർത്തിക്കാൻ വരെ തയ്യാറായി. ലഹരി മാഫിയകൾക്ക് രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുന്നത് സർക്കാരും CPM-ഉമാണെന്ന് നവകേരള യാത്രയിലെ രക്ഷാപ്രവർത്തന പ്രയോഗം ഉദാഹരിച്ച് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ എന്താണ് സർക്കാരിന്റെ സന്ദേശം എന്ന് ചോദിക്കുമ്പോൾ മറുപടി വേണ്ടേ? സ്കൂളുകളിൽ കുട്ടികളെ ലഹരിയിൽ നിന്നും അകറ്റി നിർത്താൻ എന്താണ് പരിപാടിയെന്ന് ജനവും ചോദിക്കുന്നുണ്ട്, രക്ഷിതാക്കളും ചോദിക്കുന്നുണ്ട്. സഭയിൽ റോജി എം ജോൺ പറഞ്ഞതുപോലെ മംഗളപത്രം പാടി അവസാനിപ്പിക്കാനല്ല ചർച്ച. അറിയേണ്ടത് ഈ വൈകിയ വേളയിൽ എന്താണ് ആക്ഷൻ പ്ലാൻ എന്നാണ്. ചർച്ചയിൽ ഷാബാസിന്റെ അമ്മാവൻ നജീബ് അല്പസമയത്തിനകം പങ്കുചേരും. PK നവാസ് മുസ്ലിം ലീഗ് പ്രതിനിധിയുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി. ചിറക്കര മധുസൂദനൻ മുൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറാണ്. ഡോക്ടർ LC ഉമൻ സൈക്യാട്രിസ്റ്റ്. ഇത്രയും പേരാണ് നമ്മുടെ അതിഥികളായുള്ളത്. ആദ്യം ഞാൻ PK നവാസിലേക്ക് പോകുന്നു. നവാസ്, ഇന്ന് യൂത്ത് ലീഗിന്റെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് പ്രതിപട്ടികയിലുള്ള 5 വിദ്യാർത്ഥികളെയും പരീക്ഷ എഴുതാൻ അനുവദിച്ചു. ഷാബാസിന്റെ കൊലപാതകത്തിൽ പ്രതിപട്ടികയിലുള്ള 5 പേർക്കും പരീക്ഷ എഴുതാൻ അനുവദിച്ചു എന്നുള്ളതിലാണ് എനിക്ക് തോന്നുന്നത്. നവാസ് അടക്കം അറസ്റ്റ് വരിച്ചു എന്നാണ്. അപ്പുറത്ത് ഷാബാസിന്റെ പിതാവിന്റെ പ്രതികരണവും കണ്ടു. ഈ വർഷം എഴുതിക്കാതെ അടുത്ത വർഷം എഴുതിച്ചാലും വേണ്ടിയില്ലായിരുന്നു. ഈ വർഷം ഈ ദിവസം തൻ്റെ മകനും പരീക്ഷ എഴുതേണ്ട ദിവസം, തൻ്റെ മകൻ ഇന്ന് പരീക്ഷ എഴുതാനില്ല. അപ്പോൾ അപ്പുറത്ത് പ്രതിപട്ടികയിലുള്ളവർ ഇന്ന് സുഖമായി പരീക്ഷയ്ക്ക് പോകുന്നു. ഇതെന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന്? ഇങ്ങനെയാണോ ഈ വിഷയത്തിൽ? ആ പിതാവിന്റെ പ്രതികരണം സ്വാഭാവികമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇങ്ങനെ വൈകാരികമായി പ്രതികരിക്കൽ മാത്രമാണോ ഇതിലൊരു പരിഹാരം, നവാസ്? ശ്രീമതി സ്മൃതി, ഇങ്ങനെ വൈകാരികമായി പ്രതികരിക്കലല്ല ഇതിൻ്റെ പരിഹാരം. അത് മാത്രമല്ല ഇതിൻ്റെ പരിഹാരം. ഇതിനെ വൈകാരികമായ പ്രതികരണം എന്നല്ല വിളിക്കേണ്ടത്. സ്വാഭാവികമായ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന സമരപരിപാടികൾ എന്നതിനെ വിളിക്കാൻ, അഭിസംബോധന ചെയ്യാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിനെതിരെ ഇത്തരം പ്രതിഷേധങ്ങൾ ഉയരാതെ മറ്റെന്ത് മാർഗമാണ് നമുക്ക് മുമ്പിലുള്ളത്? വെറ്റിനറി സർവകലാശാലയിൽ ഒരു സുഹൃത്ത് കൊല ചെയ്യപ്പെട്ടു. ആ സുഹൃത്ത് കൊല ചെയ്യപ്പെട്ട ശേഷം അതിൻ്റെ പ്രതികൾ പരീക്ഷ എഴുതാൻ വേണ്ടി കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ മരണപ്പെട്ടു പോയ ഷഹബാസിൻ്റെ മറവ് ചെയ്ത മണ്ണിൻ്റെ നനവ് മാറും മുമ്പേ പ്രതികളായ ആളുകൾ പരീക്ഷ എഴുതാൻ വേണ്ടി സുഖമായി വരുന്നു എന്ന് മാത്രമല്ല, നമുക്ക് ഓർമ്മയില്ല ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് അവർ പറഞ്ഞ വാചകം, ഇതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമുക്ക് SLC പരീക്ഷ നമ്മുടെ ബാധിക്കൊന്നുമില്ല, മാത്രമല്ല അത് നമ്മൾ ഒരുമിച്ചുള്ള അക്രമം ആയതുകൊണ്ട് ഇതിൽ പ്രതിയാവുകയൊന്നുമില്ല എന്ന് പറയുന്ന അവരുടെ കോൺഫിഡൻസിന് പിന്തുണ കൊടുക്കലാണ് യഥാർത്ഥത്തിൽ ഇത്തരം ചെയ്തികളിലൂടെ നടക്കുന്നത്. ജുവനൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ ലഘൂകരിക്കാൻ, ഈ സമരത്തെ അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളെ മോശമായി ചിത്രീകരിക്കാനാണ് ഇടതുപക്ഷം ഉൾപ്പെടെ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ സമരത്തെയൊക്കെ മോശമാക്കിക്കോ, നിങ്ങൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ജുവനൽ ജസ്റ്റിസ് ബോർഡിൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തോ. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടല്ലല്ലോ ഇത്തരം സമരങ്ങൾ ഉണ്ടാകുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ എത്ര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വൈകാരികതയുടെ മുകളല്ല, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്ന ഒരു സമരത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തത്. ആ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 1 മാസം കഴിഞ്ഞാൽ, 1 വർഷമൊന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ പിതാവ്, ഷഹബാസിൻ്റെ പിതാവ് പറഞ്ഞല്ലോ 1 വർഷം കഴിഞ്ഞിട്ട് വേണ്ട, കേരളത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് ഇത്തവണ പരീക്ഷ എഴുതിക്കുന്നില്ല. തൊട്ടടുത്ത മാസം സപ്ലിമെൻ്ററി പരീക്ഷ വരുന്നുണ്ടല്ലോ, ആ പരീക്ഷയിൽ എഴുതിപ്പിക്കാമെന്ന് പറയുന്ന തീരുമാനമെടുക്കാമല്ലോ ഈ ഗവൺമെൻറ്റിനും അനുബന്ധ സംവിധാനങ്ങൾക്കുമൊക്കെ. അപ്പോൾ അതൊന്നും അല്ലാതെ ഇങ്ങനെ ഒന്നും ചെയ്താൽ കേരളത്തിലൊരു കുഴപ്പമില്ല, ഞങ്ങൾ ആരെയും ഇത് ബാധിക്കാനൊന്നും പോകുന്നില്ല എന്ന ഒരു മെസ്സേജ് ഒരു ജനറേഷന് കൊടുക്കുന്നതാണ് ഇന്നുണ്ടായിട്ടുള്ള സമീപനം. അത് ശരിയല്ല. പുതിയ തലമുറക്ക് അത്തരത്തിൽ ഒരു പ്രശ്നമല്ല എന്ന രൂപത്തിലേക്ക് ഇത്തരം സന്ദേശം നൽകുന്നതിൽ വലിയ അപകടമുണ്ട്. നമുക്കറിയാലോ, ഇപ്പോൾ കഷായത്തിൽ വിഷം ചേർത്തുകൊണ്ട് തൻ്റെ കാമുകനെ കൊന്ന കാമുകി ജയിലറിലേക്ക് പോകുമ്പോൾ പറഞ്ഞ വർത്തമാനം നമ്മളെ അത്ഭുതത്തോട് കേട്ടതല്ലേ. എനിക്കിപ്പോൾ വയസ്സ് 25 വയസ്സാണ്. എൻ്റെ ശിക്ഷാ കാലയളവ് കഴിഞ്ഞാൽ 34 വയസ്സിലോ ഞാൻ പുറത്തിറങ്ങും. അപ്പോൾ എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങാം എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ തൻ്റെ കൊലക്കുറ്റത്തിൻ്റെ വിധിക്കപ്പെട്ട വിധിയെപ്പോലും നോക്കിക്കാണുന്ന ഒരു തലമുറയുള്ള കേരളത്തിനകത്ത്
2 ദിവസം 48 മണിക്കൂറിന് മുമ്പേ തങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, കൃത്യമായി പരീക്ഷ എഴുതാം, പ്രയാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇനി താമരശ്ശേരി സ്കൂളിനകത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് കോഴിക്കോട് നഗരത്തിലുള്ള ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റാം. ഇനി അവിടെ പ്രതിഷേധം ഉണ്ടെങ്കിൽ അവർ താമസിക്കുന്ന ജുവനൽ ജസ്റ്റിസ് ഹോമിന്റെ തൊട്ടു താഴെ പ്രത്യേകമായി ബെഞ്ചും കസാരയും ഒക്കെ കൊണ്ടിട്ട് ഒരു അധ്യാപകനെ പ്രത്യേകമായി നിയമിച്ച് ആ അധ്യാപകനെ ഇൻവിജിലേറ്ററാക്കി മറ്റൊരു അധ്യാപകനെ നിയമിച്ച് അവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അത്ര വലിയ മഹാമനസ്കതയൊന്നും ഈ ഗവൺമെന്റ് കാണിക്കേണ്ടതുണ്ടായിരുന്നില്ല. സ്വാഭാവികമായി ആ കുട്ടികളിൽ നാളെ അവർ പരിവർത്തനങ്ങൾക്ക് വിധേയമായി നല്ല മനുഷ്യരായി പുറത്തിറങ്ങണം തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ കേരളം ഒന്നടക്കം ഈ 2 ദിവസങ്ങളിൽ വേദനിച്ചുകൊണ്ട്, നാണിച്ചുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തിന് വീട്ടിൽ പോയൊരു അംഗമാണ് സ്മൃതി. ഞാൻ അവിടെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ കൊല്ലപ്പെട്ട ദിവസം വാർത്ത അറിഞ്ഞ് ബെഡിലായതാണ്. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം പോകുമ്പോൾ അന്ന് ഉച്ചയോട് കൂടിയാണ് ബെഡിൽ നിന്ന് എണീക്കുന്നത്. വീണ്ടും വൈകുന്നേരമായപ്പോൾ വീണ്ടും തലകറങ്ങി വീഴുകയാണ്. എന്താ കാരണം എന്നറിയോ? ഈ കുട്ടികൾ നാളെ പരീക്ഷ എഴുതുന്നു, എൻ്റെ മകൻ എഴുതാത്ത പരീക്ഷ എഴുതാൻ കൊലയാളികൾ വരുന്നു, ഇതെന്തു നാടാണ് എന്ന് ചോദിച്ചിട്ടാണ് ആ പിതാവ് ഞങ്ങളോട് കരഞ്ഞത്. അപ്പോൾ ആ പിതാവിൻ്റെ സങ്കടക്കരച്ചിൽ കേൾക്കുന്ന, ആ വീട്ടിനകത്ത് പോയ അവിടുത്തെ അന്തരീക്ഷത്തെക്കുറിച്ച് അറിയുന്ന, ആ വീടിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ വേദന അറിയുന്ന മക്കളുടെ വേദന, മക്കളെക്കുറിച്ച് വേദന ഉണ്ടാകുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുള്ള സമരങ്ങളെ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് പോലെ ഈ സമരത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു പക്വതക്കുറവുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ സമരം ചെയ്യേണ്ടതല്ല എന്നൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രൊഫൈലുകൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവരോട് പറയാനുള്ളത്, ജഡ്ജിയെ നിങ്ങൾക്ക് നാട് കടത്താം, നിങ്ങളുടെ പാർട്ടി നേതാവിനെതിരെ വിധി പറഞ്ഞ ജഡ്ജിയെ നിങ്ങൾക്ക് നാട് കടത്താം, കോടതി തന്ന വിധി 4 മടക്കി എൻ്റെ പോക്കറ്റിലുണ്ട് എന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറിക്ക് നിയമം ലംഘിച്ച് സമ്മേളനം നടത്താം. അപ്പോഴൊന്നുമില്ലാത്ത വൈകാരികത ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ എടുത്തു കൊണ്ടുപോയ പ്രതികളായ 5 പേർക്ക് പരീക്ഷ എഴുതാൻ പ്രത്യേക സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് അതിൽ കേരളീയ സമൂഹം വിശാല മനസ്കത കാണിക്കണം എന്ന് പറയുന്ന കപടതയൊക്കെ മലയാളിക്ക് തിരിച്ചറിയാൻ മാത്രമേ ഉള്ളൂ എന്നേ ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സ്മൃതി. ശരി അരുൺകുമാർ, ഇന്ന് സഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ചുകൊണ്ട് 3 മണിക്കൂറാണ് ചർച്ച നടത്തിയത്. ആ ചർച്ച ഫലപ്രദമായി ചർച്ചയായി പര്യവസാനിച്ചു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? തുടക്കത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ അതിൽ ലഹരിയെ നേരിടാൻ എന്തൊക്കെ സർക്കാർ ഇതുവരെ ചെയ്തു എന്നതിൻ്റെ ചോദ്യങ്ങളുണ്ട്. സർക്കാർ ഒന്നും ചെയ്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വിമുക്തി എന്ന പരിപാടിയുണ്ട്, അതുകൂടാതെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ പല പ്രവർത്തനങ്ങളുമുണ്ട്. പക്ഷേ അതെല്ലാം എത്രത്തോളം ഫലപ്രദമായി നടക്കുന്നു എന്നുള്ളതിൽ സംശയമുണ്ട്. പലയിടത്തും പല രൂപത്തിൽ നിന്നു പോയിട്ടുള്ള എന്നതിൻ്റെ കണക്കുകളടക്കം ഇന്ന് പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുമ്പോൾ നടന്നിരിക്കുന്ന അറസ്റ്റുകളുടെ എണ്ണമടക്കം ആണല്ലോ 2016 മുതലുള്ള കണക്കുകൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണല്ലോ പ്രതികരിച്ചത്. അപ്പോൾ പിന്നെ വിമർശനങ്ങളോട് എന്തിനാണ് അസഹിഷ്ണുത എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഒരു ചർച്ചയാകുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകും. ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന ചർച്ചയിലേക്കാണ് പോകേണ്ടിയിരുന്നത്. ആ രൂപത്തിലായോ ആ ചർച്ച? ഇവിടെ ഏതു വിഷയം ഉയർന്നു വന്നാലും അതിനെ രാഷ്ട്രീയ ചുവയോടുകൂടി കാണുക. അത്തരത്തിൽ രാഷ്ട്രീയ ചുവയോടെ കണ്ട് പറയുന്ന നുണപ്രചരണങ്ങൾക്ക് വലിയ പർവ്വതീകരിച്ച വാർത്തയായി പത്രദൃശ്യ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുക, 2-3 ദിവസം ചർച്ച നടത്തുക, കൊഴുപ്പിക്കുക, റേറ്റിംഗ് കൂട്ടുക എന്നതാണ് മാധ്യമങ്ങളുടെയും ലക്ഷ്യം. ഇവിടെ ഉണ്ടായ അനിഷ്ട സംഭവം, ഇപ്പോൾ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞു, ഒരു അനിഷ്ട സംഭവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് ട്യൂഷൻ ക്ലാസ്സിൽ പാട്ട് പാടുമ്പോൾ മൈക്ക് ഓഫ് ചെയ്തപ്പോൾ കൂവിയതിന് അവർ തന്നെ ശിക്ഷ വിധിച്ച് ഒരു കുട്ടിയുടെ ജീവൻ എടുത്തത് നമ്മൾ ആരും അതിനെ പിന്തുണച്ചില്ലല്ലോ. ഇത്തരത്തിൽ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. അതിൽ പോലും രാഷ്ട്രീയം കാണുകയാണ്. ഏതെങ്കിലും തരത്തിൽ കുട്ടികൾ കുറ്റവാളികളായാൽ, 18 വയസ്സിൽ താഴെയുള്ളവർ പ്രതികളായി മാറിയാൽ അവരെ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഹാജരാക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനമെടുക്കുന്നതെല്ലാം ജൂനിയർ ജസ്റ്റിസ് ബോർഡാണ്. അവരെ പ്രതികളെന്നോ കുറ്റവാളികളെന്നോ ഉപയോഗിക്കാൻ പാടില്ല. നിയമവുമായി പൊരുത്തക്കേടുള്ള വിദ്യാർത്ഥികൾ എന്ന വാക്കേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ്. അത്തരത്തിൽ നിയമപ്രകാരം ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ അവരാണ് ഈ കുട്ടികളെ റിമാൻഡ് ചെയ്യുന്നത്, അവരെന്തു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ഉത്തരവിടുന്നതെല്ലാം. അത്തരത്തിൽ പരീക്ഷ എഴുതാൻ ജൂനിയർ ജസ്റ്റിസ് ബോർഡ് അനുവദിച്ച കുട്ടികളെ അവർ പഠിച്ച സ്കൂളിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതിയാൽ അവിടെ മറ്റു കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം താങ്കളുടെ സഹപാഠിയെ കൊന്ന ആളുകൾ ആ സ്കൂളിൽ വന്നിരുന്ന പരീക്ഷ എഴുതുന്ന സാഹചര്യം. അപ്പോൾ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ് പ്രകാരം അവർക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം കൊടുത്തത് ഗവൺമെന്റിന്റെ വലിയ വീഴ്ചയായി ഇവിടെ ചിത്രീകരിക്കുകയാണ്.
ഇതെല്ലാ സാഹചര്യത്തിലും ഇത്തരത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടതി വിധി പറഞ്ഞാലും കോടതി ഇടപെട്ടാലും മറ്റേതെങ്കിലും ട്രൈബ്യൂണൽ ഇടപെട്ടാലും അതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ബോർഡ് കോർപ്പറേഷന്റെ വിധി വന്നാലും ഉത്തരവ് വന്നാലും അത് നടപ്പാക്കുമ്പോൾ എല്ലാം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വീഴ്ച, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ വീഴ്ച എന്ന രൂപത്തിൽ സഭയിൽ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അരുൺ അങ്ങനെ പറയാം. പക്ഷേ മകനെ നഷ്ടപ്പെട്ട അച്ഛൻ വിഷമിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രതികരണമാണ്. അപ്പോൾ എന്ത് വേണ്ടിയിരുന്നു? നിങ്ങൾക്ക് ഇതിൽ റോളില്ല എന്നും സർക്കാർ അല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്നും ആ കുടുംബത്തെ ബോധ്യപ്പെടുത്താനാകണം. ഇതിൽ ഇപ്പോൾ പ്രതിപട്ടികയിൽ എന്ന് പറയാൻ പറ്റില്ല എന്നിപ്പോൾ താങ്കൾ പറയുമ്പോൾ, ആ കുട്ടി കുറ്റവാളി എന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, ആ സൂക്ഷ്മത നടത്തുന്ന കാര്യങ്ങളിൽ പ്രവർത്തനത്തിൽ എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യം അവിടെ ഉയരുകയാണല്ലോ. അതിൽ ആദ്യ പ്രതി എന്ന് കരുതുന്ന വിദ്യാർത്ഥിയുടെ പിതാവ്, ആ പിതാവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളുണ്ട്. TP കേസ് പ്രതിക്കൊപ്പമുള്ള അയാളുടെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഈ കുട്ടിയെ മർദ്ദിച്ച ആ ആയുധം ആ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മർദ്ദനങ്ങൾ നടക്കുമ്പോൾ അയാൾ അവിടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ ആ രക്ഷിതാവിനെ സംബന്ധിച്ച് രാഷ്ട്രീയ സംരക്ഷണം അയാൾക്ക് കിട്ടുമോ, ആ കുട്ടിക്ക് കിട്ടുമോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഷാബാസിന്റെ കുടുംബത്തിനുണ്ടാകും. അപ്പോൾ അവരെ വിശ്വാസത്തിലെടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന എന്ത് നടപടിയുണ്ടായി എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. അല്ല, താങ്കൾ എന്താ പറഞ്ഞേ? കുട്ടി കുറ്റവാളി എന്നോ പ്രതിയെന്നോ പറയാൻ പാടില്ല എന്ന് താങ്കൾ പറയുന്നു. അത് ഞാൻ പറയുന്നതാണോ? അല്ല, ഞാൻ പറയുന്നത് ആ സൂക്ഷ്മത, എന്റെ വാചകം ഇതാണ്, ആ വാചകം ഉപയോഗിക്കാൻ പാടുമോ, ആ വാക്ക് ഉപയോഗിക്കാൻ പാടുമോ എന്നതിലെ സൂക്ഷ്മത, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുലർത്തുന്ന ആ ശ്രദ്ധ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അച്ഛനുമായി എടുക്കുന്ന സമീപനത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ആ സൂക്ഷ്മത ഞാനല്ല, 3 ദിവസമായി റിപ്പോർട്ടർ ചാനൽ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഈ കേസിലെ ഷഹബനാസ് കേസിലെ പ്രതി എന്ന് നിങ്ങൾ പറഞ്ഞോ? അല്ലെങ്കിൽ ഇതിലെ കുട്ടി കുറ്റവാളി എന്ന് നിങ്ങൾ പറഞ്ഞോ? ഒരാളും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കേൾക്കാൻ സൗകര്യമുണ്ടെങ്കിൽ കേക്ക്. ഞാൻ ഈ ചർച്ചയിൽ തുടരണമെങ്കിൽ ഞാൻ തുടരാം, അല്ലെങ്കിൽ ഞാൻ ഒഴിയാം. എനിക്ക് ഒരു നിർബന്ധമില്ല. നിങ്ങൾ CPM-ന്റെ പ്രതിനിധിയായി എന്നെ വിളിച്ചിരുത്തുമ്പോൾ ഞാൻ ഈ പ്രതിയെ ന്യായീകരിക്കാൻ പറയുന്നത് പോലെയാണ് ഒരു ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ഇടപെടുന്നത്. അങ്ങനെയല്ല. ഈ രാജ്യത്ത് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ വാക്കുകളും വാചകങ്ങളുമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരാളും ഉപയോഗിക്കാൻ പാടില്ല. ആ വാചകം പറയുമ്പോൾ താങ്കൾ പറയുന്ന വാചകം താങ്കൾ പറയുന്നതല്ല, ഈ രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ വാചകമാണ്. അത് എന്റെ തലയിലേക്ക് വെക്കേണ്ട. ഒരാളും ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളും വാചകങ്ങളും എടുത്ത് അങ്ങനെ CPM-നെ അക്യൂസ് ചെയ്യാൻ താങ്കൾ ശ്രമിക്കേണ്ട. ഞങ്ങളെല്ലാവരും ഈ കുടുംബത്തോടൊപ്പം തന്നെയാണ്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന പോലീസ് സംവിധാനത്തിന്റെ ഭാഗം തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ജൂനിയർ ജസ്റ്റിസ് ബോർഡ് ഉത്തരവ് ഇട്ടാൽ ആ ഉത്തരവ് നടപ്പാക്കേണ്ട ബാധ്യത ഇവിടുത്തെ പോലീസിനുണ്ട്, ഭരണ സംവിധാനത്തിനുണ്ട്. അത് പാസ്സാക്കിയില്ലെങ്കിൽ, അത് നടപ്പാക്കിയില്ലെങ്കിൽ അവിടെ കണ്ടന്റ് ഓഫ് കോർട്ടും മറ്റു നടപടികളും വരും. അല്ലാതെ ഒരു തരത്തിലും പ്രതികളെ ന്യായീകരിക്കുന്ന ഒരു നയിക്കവും ഇവിടെ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ചർച്ച? അത് ചർച്ച ചെയ്യാൻ മടിയാണ് ഭരണകക്ഷിക്ക്, മുഖ്യമന്ത്രിക്ക്, മന്ത്രിമാർക്ക് മടിയാണെന്ന് പറയും. അവിടെ ചർച്ച നടത്തിയല്ലോ കൃത്യമായി. ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം എവിടെ ചെന്നെത്തിയിരിക്കുന്നു? അതുപോലെ ലഹരിയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടം എവിടെ ചെന്നെത്തിക്കുന്നു? അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രവണത എന്താണ്? ഇന്റർനാഷണൽ തലത്തിലുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണ്? ഈ രാജ്യത്ത് നടത്തിയ പഠനങ്ങൾ പറയുന്നത്? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? ഏറ്റവും കൂടുതൽ കേസെടുക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? കൺവിക്ഷൻ റേറ്റ് ഉള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കേസെടുക്കുന്നതിൽ കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഇതെല്ലാം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെട്ടല്ലോ. അപ്പൊ ഇവിടെ ആരോപിക്കപ്പെടുന്നത് പോലെ കുറെ തഗ് ഒരു വലിയ ഡയലോഗ് ഉണ്ടാക്കി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന വിഷയത്തിന്റെ ഉള്ളടക്കം ഇല്ലാതാകുമെന്നാണോ പ്രതിപക്ഷം പറയുന്നത്? അതുപോലെ തന്നെ അടുത്ത കാലത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിപക്ഷ നേതാക്കന്മാർ, ഭരണപക്ഷ നേതാക്കന്മാർ, അവരുടെ മക്കൾ പ്രതിയായ കണക്കും ഞാൻ തരാം. രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കണക്ക് തരാം. ഇതൊന്നും രാഷ്ട്രീയപരമായിട്ടല്ല കാണേണ്ടത്. ഇതെല്ലാം പൊതുസമൂഹം വീട്ടിൽ, അതുപോലെ തന്നെ പഠന കേന്ദ്രങ്ങളിൽ, ട്യൂഷൻ സെന്ററുകളിൽ, വായനശാലയിൽ, ക്ലബ്ബുകളിൽ, റെസിഡൻസ് അസോസിയേഷനുകളിൽ, അതുപോലെ തന്നെ സംഘടിക്കുന്ന എല്ലാ മേഖലകളിലും അതിശക്തമായി രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ ഈ മയക്കുമരുന്നിന്റെ വ്യാപനത്തിന്റെയും ലഹരിയുടെ അടിമപ്പെട്ട് അറിയപ്പെടാത്ത ചതിക്കുഴികളിലേക്ക് വീണുപോകുന്ന യുവത്വത്തെ രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അക്രമവാസനയെ രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയൂ. ഇതിനെ രാഷ്ട്രീയ ചുവയോടെ കാണരുത്. എല്ലാവരും ചില പ്രതികരണങ്ങൾ വരുമ്പോൾ അതിൽ സംശയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ TP കേസ് പ്രതിക്കൊപ്പം നിയമത്തിന് വഴങ്ങാത്ത ആളുടെ പിതാവിന്റെ ചിത്രം വന്നല്ലോ. അതാണ് ആ പിതാവിനെ സംശയത്തിനിടയാക്കിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ഷാബാസിന്റെ പിതാവ് ഇക്ബാൽ നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ശ്രീ ഇക്ബാൽ, താങ്കൾ എത്രത്തോളം വേദനയോടുകൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്നറിയാം. ഇന്ന്
താങ്കളുടെ മകനും പരീക്ഷ എഴുതേണ്ടതായിരുന്നു. താങ്കൾ ഇന്ന് സങ്കടത്തോടു കൂടി അതിൽ പ്രതികരിച്ചതും കണ്ടതാണ്. പക്ഷേ ഇന്ന് ഈ കേസിൽ പെട്ടിരിക്കുന്ന മറ്റ് 5 കുട്ടികളും അവർ പരീക്ഷ എഴുതി, തൻ്റെ മകൻ പരീക്ഷ എഴുതാൻ കഴിയാത്തതിലുള്ള വ്യസനം താങ്കൾ പറയുമ്പോൾ ആ പരീക്ഷ എഴുതാനുണ്ടാക്കിയ സാഹചര്യം അത് സർക്കാരിൻ്റെ കയ്യിലല്ല, അത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എടുക്കുന്ന തീരുമാനമാണ്. അത് അറിയാതെ പോയോ? എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സർക്കാരിനെ വിശ്വാസമില്ലാത്തൊരു സാഹചര്യമുണ്ടോ? ഇപ്പോൾ 5 പേരും പിടിയിലായിട്ടുണ്ട്. ഇതിന്മേലുള്ള അന്വേഷണം കൃത്യമായി നടക്കുന്നു. ഈ പറയുന്ന പിതാവിനെയും പ്രതിപ്പട്ടികയിലേക്ക് കൊണ്ടുവരുന്ന തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ മുന്നിലുള്ള സത്യം. എന്താണ് ഇപ്പോൾ പറയാനുള്ളത് സർക്കാരിനോട്? എനിക്ക് എൻ്റെ മകൻ രക്ഷപ്പെട്ടില്ല, എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കുറ്റവാളി രക്ഷപ്പെടുന്ന ഒരു ഇത് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ രക്ഷിതാവായ എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, ഇന്നലെ വരെ രാത്രി വരെ ഞാൻ എൻ്റെ ഭാര്യയും വിചാരിച്ചത് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനത്തിലെങ്കിലും ഒരു അയവ് വന്നിട്ട് ആ കുട്ടികൾക്ക് ഈ വർഷം എക്സാം എഴുതണ്ട, അടുത്ത വർഷത്തേക്ക് ചാൻസ് കൊടുക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയൊരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഇക്ബാൽ പറഞ്ഞത്. അത് സർക്കാരിന്റെ കയ്യിലല്ല, ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് തീരുമാനിക്കുക എന്ന്. പക്ഷെ ഓക്കെ, അവർ ഒരു ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു വാക്ക് തന്നെയെങ്കിലും അവർക്ക് ഉച്ചരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരി, അതുപോലും ഇല്ല എന്നുള്ളത് കൊണ്ട് ദയനീയമായിട്ട് എനിക്ക് ഒരു വിഷമമുണ്ട്. അതായത് ആ 5 കുട്ടികൾക്കും പോലീസ് സംരക്ഷണത്തിൽ, അതല്ല കോപ്പി അടിച്ചിട്ട് അല്ല വേറെ എന്തെങ്കിലും, അത് ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണ് എന്ന് അറിഞ്ഞിട്ട് പോലും രക്ഷിതാക്കൾ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവരാണ്, ജനങ്ങൾ മുഴുവനും മുദ്രകുത്തി, എന്നിട്ട് പോലും അതിന് ഒരു വാക്ക് പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇച്ഛാശക്തിയോടെ പറഞ്ഞിട്ടില്ല. അതിൽ നമുക്കൊരു വിഷമമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തല്ല, ഭരണസമിതിയെ കുറ്റപ്പെടുത്തല്ല, എന്നാലും ഞങ്ങൾക്ക് വേദനയായ മുറിവേറ്റ മുറിവിന് ചെറിയൊരു ആശ്വാസത്തിന് ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. എൻ്റെ ഭാര്യ ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെ തുടരും. ഇന്ന് എൻ്റെ മകൻ ഹോൾ ടിക്കറ്റ് വാങ്ങി വീട്ടിൽ അലമാരയിൽ കൊണ്ടുവച്ച്, ഉമ്മ കയ്യിൽ വെക്ക്, ഞാൻ SSLC പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് താ, ഞങ്ങൾ അനുസരിച്ചിട്ട്, അത് ഇപ്പോഴും അവൾ എടുത്തെടുത്ത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ വിങ്ങി പൊട്ടുന്നു. ഒരു പച്ചവെള്ളവും കുടിക്കാതെ വളരെയേറെ പ്രയാസപ്പെട്ടിട്ട് ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് എൻ്റെ മകൻ പോയി. എന്നാലൊരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ ഈ പ്രാവശ്യം അവർ എഴുതേണ്ട, അടുത്ത പ്രാവശ്യം ആക്ട് ഒക്കെ ഗവൺമെൻറ് ഒരു പറഞ്ഞു ഞങ്ങൾ, പക്ഷേ ആ ആക്ട് എന്തായാലും അവർക്ക് സംരക്ഷണം കൊടുത്ത് എഴുതാമൊക്കെ നമുക്കറിയാം. പക്ഷേ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, തെളിവുകളുണ്ട്, എല്ലാമുണ്ട്. അതുവരെ നമ്മളെ ഭാഗത്ത് നിന്ന് യാതൊരു ഇതും നീതിയും ഇല്ല എന്നുള്ളതാണ് ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്ബാൽ, ഇപ്പോൾ പരീക്ഷ എഴുതിയ കാര്യം മാത്രമാണെങ്കിൽ അത് സർക്കാരിന്റെ കയ്യിലല്ല. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്നത് ഒരു കോടതി തന്നെയാണ്. അപ്പോൾ കോടതിയുടെ അധികാരങ്ങളുള്ള സംവിധാനമാണ്. അപ്പോൾ ആ സംവിധാനമാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നത് ഇക്ബാൽ, ഈ വിഷയത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടും, കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് സർക്കാർ നൽകിയിട്ടില്ലേ? ഇന്നിപ്പോൾ സഭയിലെ ചർച്ചയിലേക്ക് പോലും നയിച്ചത് ഷാബാസ് വിഷയമാണ്, ഷാബാസിന്റെ മരണമാണ്. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് അവിശ്വാസം തോന്നിയത്? ഇപ്പോൾ താങ്കൾക്ക് തുറന്നു പറയാം, സർക്കാരിൽ നിന്നുള്ള പ്രതിനിധികൾ, ഇപ്പോൾ MLA-മാരായാലും മന്ത്രിമാരായാലും നിങ്ങൾക്ക് വ്യക്തിപരമായി ഒരു ഉറപ്പ് നൽകിയില്ല എന്നാണോ, സംസാരിച്ചില്ല എന്നാണോ? എവിടെയാണ് നിങ്ങൾക്ക് അവിശ്വാസം തോന്നുന്നത് ഇക്ബാൽ? പക്ഷേ ഇന്നാണ് ഭരണസമിതിയിലുള്ള ആളുകൾ, ഈ ഭരണം കാഴ്ചവെക്കുന്ന ആളുകൾ ഇന്നെൻ്റെ വീട്ടിൽ ഇന്ന് വന്നു. കാര്യങ്ങൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞു അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും, രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൽ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അതായത് ഇതിൻ്റെ മുന്നേയും ഇവർ തന്നെയാണ് പ്രശ്നമുണ്ടാക്കിയിട്ടും ഇവിടെ പുറത്ത് വെച്ച് സംസാരം അവർ തന്നെ ഒതുക്കി തീർത്ത്, അന്ന് 9ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെ അവർ ക്രൂരമായി മർദ്ദിച്ചു എന്ന് കേട്ട്, ആ കുട്ടികൾ തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് എത്തിക്കഴിഞ്ഞത്. അന്നൊരു ആക്ഷൻ പോലും ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഇപ്പോൾ ഒരു കുട്ടിയെ വകവരുത്തിയിട്ട് പോലും ഒരു ഊർജ്ജസ്വലത്തോടെ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഞാൻ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ ഒന്നല്ല പറയുന്നത്. ഒരു രക്ഷിതാവ് എന്നുള്ള എൻ്റെ കുട്ടി നഷ്ടപ്പെട്ട ആ വേദനയോടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഗവൺമെൻറ്റിനോടും നീതിപീഠത്തിനോടും പൂർണ്ണമായി വിശ്വാസമുണ്ട്. നീതി കിട്ടുമെന്നുള്ള ഉറപ്പ് വിശ്വാസം എനിക്കുണ്ട്. ഞാൻ എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. എന്നാലും ഒരു ആശ്വാസവാക്കായിട്ട് നമുക്ക് നോക്കാം, അവർക്ക് കിട്ടാവുന്ന ശിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കാം എന്ന് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് പറഞ്ഞതായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. കേട്ടല്ലോ അരുൺകുമാർ, അതാണ് പിതാവിൻ്റെ വിഷമം. ഇത് പ്രതിപക്ഷം പറയുമ്പോൾ അത് രാഷ്ട്രീയമായി കരുതാം. പക്ഷേ മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവ് ആ ദിവസങ്ങൾക്കകമാണ്, ഇന്ന് പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ്. അച്ഛൻ പറയുന്നത് ഈ നോമ്പ് കാലത്ത് പ്രാർത്ഥനയുടെ സമയമാണ്. ഈ സമയത്ത് ആ പിതാവ് പറയുന്ന വേദനയോട് കൂടിയാണ്. അദ്ദേഹത്തിന് നൽകാവുന്ന ഉറപ്പെന്താണ്? ഏറ്റവും ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തും. അതോടൊപ്പം തന്നെ പ്രതികൾ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന 5 പേരെ അറസ്റ്റ് ചെയ്തു. അവർ മാത്രമാണോ പ്രതിപട്ടികയിൽ ഉള്ളത്? കൂടുതൽ ആളുകൾ ഇത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ? ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഷബനാസിനെ പ്രത്യേകം കേന്ദ്രീകരിച്ചുള്ള ആക്രമണമായിരുന്നോ ഇത്? ഇത്തരത്തിലുള്ള പ്രവണത ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ. ഒരച്ഛനും ഇത്തരത്തിൽ മക്കളെ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരമ്മയ്ക്കും മകനെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, സമാനമായിട്ടുള്ള സാഹചര്യം പോലെ തന്നെ ആവർത്തിക്കാതിരിക്കാൻ അതിശക്തമായിട്ടുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കും. ഇപ്പോൾ നിയമവുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉള്ള വിദ്യാർത്ഥികൾ എന്ന രൂപത്തിൽ ആണെങ്കിൽ പോലും മാതൃകാപരമായി ഈ കേസിന്റെ വിചാരണ മുന്നോട്ട് കൊണ്ടുപോകും. കൃത്യമായി അന്വേഷണം നടത്തി സമയബന്ധിതമായി ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കും, വിചാരണ പൂർത്തീകരിക്കും. ഇത്തരത്തിൽ എടുക്കാവുന്ന ഏറ്റവും മാക്സിമം വേഗതയിൽ തന്നെ അവർക്ക് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പുവരുത്താൻ ഉള്ള സാഹചര്യം ഗവൺമെന്റ് ഉറപ്പുവരുത്തും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തെറ്റായ പ്രവണതകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കുട്ടികൾ അടുത്ത കാലത്ത് നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് തന്നെ മൂക്കിടിച്ചു പരത്തിയതും മറ്റു തരത്തിൽ ആക്രമിച്ചു, അധ്യാപകരെ ആക്രമിക്കുന്നു, രക്ഷിതാക്കളെ ആക്രമിക്കുന്ന ഇത്തരത്തിലുള്ള കുട്ടികളുടെ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇത്തരത്തിലുള്ള ആക്രമണ പരമ്പര ഇനിയും തുടരാതിരിക്കാൻ ഏതൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ കഴിയുമോ? എന്താണ് നമ്മുടെ ചെറുപ്പം, യുവത്വം ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നത്? അത് അത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വത്തുര നടപടികൾ സ്വീകരിക്കും. അങ്ങനെ ഗവൺമെന്റിന് സ്വീകരിക്കാൻ കഴിയുന്നതിൽ മാക്സിമം, പൊതുസമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഇതിൽ ഇടപെടൽ നടക്കും. ഈ അച്ഛൻ്റെ ദുഃഖത്തോടൊപ്പം തന്നെ പങ്കുചേരുകയാണ്. ഒരച്ഛനും ഇത്തരത്തിലുള്ള അവസ്ഥ ഇനി ഉണ്ടാകരുത്. കാരണം അത്ര വേദനിക്കുന്ന ഹൃദയത്തോടെ തന്നെയാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരി ശിശുക്ഷേമ സമിതിയുടെ ഭാരവാഹിയായി കഴിഞ്ഞ 5-6 വർഷമായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രൂപത്തിൽ ഇത്തരത്തിൽ നിരവധി സമാനമായിട്ടുള്ള പരാതികൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി ഈ പിതാവിൻ്റെ ദുഃഖത്തോടൊപ്പം അണിനിരക്കുകയാണ്. ശരി ഇക്ബാൽ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയ ശേഷം ഇക്ബാൽ ഈ ചർച്ചയിൽ നിന്ന് മടങ്ങുകയാണല്ലോ, എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുട്ടി ഏതായാലും എനിക്ക് നഷ്ടപ്പെട്ട് ഇനി മറ്റൊരു പിതാവിന് ഇങ്ങനത്തെ ഒരു വേദനാജനകമായ അത് അനുഭവിച്ചു കഴിഞ്ഞാലേ അത് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും ഈ 3 ദിവസം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. കരയാൻ കണ്ണുനീരില്ല, വാക്കുകൾ കിട്ടുന്നില്ല. എന്നാലും ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് എന്നാൽ കഴിയുന്ന ഒരു പ്രചോദനമായിട്ടെന്നെങ്കിലും ഒരു കുട്ടിക്കും ഒരു രക്ഷിതാവിനും ഈ ഒരവസ്ഥ വരാതിരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് നിയമപാലകരുടെ ഭാഗത്ത് നിന്ന് കൺതുറന്ന് ഇതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. വളരെ നന്ദി ഇക്ബാൽ, ചർച്ചയിൽ ഈ സമയത്ത് പറയാനുള്ള കാര്യങ്ങൾ പറയാനായി എത്തിയതിന്. ശ്രീ ചിറക്കര മധുസൂദനിലേക്കാണ്. മുൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറാണ് അദ്ദേഹം. ശ്രീ മധുസൂദനൻ, ഇപ്പോൾ എക്സൈസ് നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ ലഹരി മരുന്ന് മാഫിയയെ പിടികൂടുന്നതിൽ മാത്രമല്ല വിമുക്തി എന്നൊരു പദ്ധതി കൂടി നടപ്പാക്കുന്നുണ്ടല്ലോ. സർക്കാരിൻ്റെ വിമുക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഈ പുതിയ കേസുകൾ ഒരുപാട് വരുന്ന ഘട്ടത്തിലാണ്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്? നിയമിക്കാൻ അതിൽ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനും ചികിത്സയ്ക്കും നേതൃത്വം നൽകേണ്ട എക്സൈസ് വകുപ്പിന് കീഴിൽ വിമുക്തിക്ക് ജില്ലകളിൽ കോർഡിനേറ്റർമാരില്ല എന്ന് പറയുന്നു. ഇതിലെ അംഗങ്ങൾക്ക് പോകാൻ, വാഹനത്തിന് പെട്രോൾ അടിക്കാൻ അംഗങ്ങൾ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ട സാഹചര്യം പറയുന്നു. ഈ തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈ പദ്ധതി നല്ല രീതിയിൽ നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ ശ്രീ മധുസൂദനൻ? ഗുഡ് ഈവനിങ്. ആദ്യമായി മകനെ നഷ്ടപ്പെട്ട ആ പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. രണ്ടാമതായി, ഞാൻ എക്സൈസിൽ
ഇൻസ്പെക്ടറായി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 15 വർഷം ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൻ്റെ അന്തരീക്ഷവും ഇപ്പോൾ ഉണ്ടാകുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും 2 കാര്യങ്ങളെ സംബന്ധിച്ചും കുറച്ച് അറിവ് എനിക്കുണ്ട്. അപ്പോൾ സ്മൃതി ചോദിച്ച ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. വിമുക്തി എന്ന് പറയുന്നത് 2016 മുതൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ്. വിമുക്തി മിഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ജില്ലയിൽ അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകുന്നത്, 14 ജില്ലയിലും. അതിന് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. കോർഡിനേറ്ററെ നിയമിച്ചിട്ട് ഇപ്പോൾ 4 വർഷം കൊണ്ട് ഒരു കോർഡിനേറ്ററെ നിയമിച്ചിട്ടുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്താണ് അവർ നിയമിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുള്ളത്. അതൊരു വലിയൊരു കാര്യമായിട്ട് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉടൻ തന്നെ അത് വെറും ഫയൽ നീങ്ങുന്നതിൻ്റെ പ്രശ്നം മാത്രമാണ്. ഉടൻ തന്നെ അവരെ തന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ സാമ്പത്തിക എന്ന് പറയുമ്പം പൊതുവിൽ സ്റ്റേറ്റിൻ്റെ സാമ്പത്തികത്തിൽ വരുന്ന വിഷയങ്ങൾ മാത്രമേ ഇതിനകത്തും വരുന്നുള്ളൂ. വളരെ കാര്യമായും വളരെ വ്യക്തമായി നടക്കുന്ന ഒരു പദ്ധതിയാണ് വിമുക്തി എന്ന് പറയുന്ന പ്രോജക്റ്റ്. അതിനെ സംബന്ധിച്ച് ഒരു 2 മിനിറ്റ് തരികയാണെങ്കിൽ ഞാൻ വിശദീകരിക്കാം. ഉറപ്പായിട്ടും. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സൈസ് നടത്തുന്ന 3 തല പ്രവർത്തനങ്ങളിൽ 1 കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതും, 2 ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെ ലോകത്തിലേക്ക് കുട്ടികൾ വരാതിരിക്കുക എന്നുള്ളതും, 3 ആരെങ്കിലും ലഹരിയിൽ അടിമപ്പെട്ടുപോയാൽ അവരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുക എന്ന് പറയും. ഇതാണ് 3 ഘട്ടങ്ങളെന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ 2 ഘട്ടങ്ങളും വിമുക്തിയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അതിൽ ഒന്നാമത് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സ്കൂളുകളും എല്ലാ കോളേജുകളും മെഡിക്കൽ കോളേജുകളും എല്ലാ വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിമുക്തി ക്ലബ്ബ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് ഉണ്ടായിരിക്കും. അതിൽ 50 മുതൽ 100 വരെ കുട്ടികൾ അംഗങ്ങളാണ്. എല്ലാ മാസവും അവരുടെ മീറ്റിംഗ് ഉണ്ടാവും. അതിന് ചുമതലയുള്ള ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം കൃത്യമായും ആഴ്ചത്തോറും ആ സ്കൂളിൽ ബന്ധപ്പെടണം എന്നാണ്. അവർ നേരിട്ട് തന്നെ പോവുകയും അവിടുത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുത്ത് നമ്മുടെ ലോക്കൽ വിങ്ങിന് കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ഏരിയ ആണെങ്കിൽ പരിഹരിക്കുകയും ചെയ്യുന്ന അവരുടെ ജോലിയാണ്. പക്ഷേ ശ്രീ മൻസൂർ, എങ്ങനെയാണ് ഈ പ്രശ്നം കണ്ടുപിടിക്കുന്നത്? സ്കൂൾ അധികൃതർ തന്നെ അവരുടെ സ്കൂളിൽ ഇങ്ങനെ സംശയമുണ്ട് എന്ന് അറിയിക്കുമ്പോഴാണ് അത് കണ്ടെത്തുന്നത്. അല്ലാതെ വിമുക്തിക്ക് നേരിട്ട് സ്കൂളുകളിൽ ചെന്ന് കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടാകില്ലല്ലോ. അത് പ്രായോഗികവുമല്ല. അപ്പോൾ സ്കൂൾ അധികൃതർ എത്രത്തോളം ഇതിൽ സഹകരിക്കുന്നു? കാരണം അവരുടെ റെപ്യൂട്ടേഷൻ്റെ പ്രശ്നമാണ്. പലരും ഇത് പുറത്തു പറയാൻ മടിക്കുന്നു. ഇങ്ങനെ കേസുകളുണ്ടായാൽ പോലും അത് പുറത്തേക്ക് വരാതെ ശ്രദ്ധിക്കുന്നു. ഇതൊക്കെ ഒരു വിഷയമാണല്ലോ. ഈ രൂപത്തിലാണ് നടക്കുന്നത്. അത് വലിയ അക്രമങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത് പുറത്തെത്തുകയും ചെയ്യുന്നത്. അപ്പോൾ പുറത്തേക്ക് വരാത്ത കേസുകൾ ഇതിലും അധികമാണ് എന്ന് പറയുമ്പോൾ വിമുക്തിക്ക് അങ്ങനെ ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ടോ? ഭാഗികമായി സ്മൃതി പറഞ്ഞത് ശരിയാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതി ഉണ്ട് എന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം ഞങ്ങൾക്ക് പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ട് സ്കൂളുകളിൽ. പല സ്കൂളുകളിലും ഈ പരാതിപ്പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുട്ടികൾ രഹസ്യമായി പേരെഴുതാതെ ഇട്ടിട്ടുള്ള പരാതികൾ ഞങ്ങൾക്ക് കിട്ടും. മാത്രമല്ല അവിടെ വിവിധ തരത്തിലുള്ള കമ്മിറ്റികൾ സ്കൂളുകളിലുണ്ട്. അതിൽ രക്ഷിതാക്കളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, മറ്റുള്ളവരുണ്ട്. ഇവരുമായിട്ടെല്ലാം ഈ പോകുന്ന ഉദ്യോഗസ്ഥൻ നിരന്തരം സമ്പർക്കത്തിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ നമ്പർ അവരുടെ കയ്യിൽ കാണും. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടാറുണ്ട്. സ്കൂളുകളിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത്. അതെല്ലാം തന്നെ ലോക്കൽ ആയിട്ടുള്ള ഓഫീസുകളിൽ എത്തിച്ച് അത് പരിഹരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് സ്പോർട്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു മാർഗം. എല്ലാ സ്കൂളുകളിലും ഒരു നിശ്ചിത തുക കൊടുത്ത് സ്പോർട്സ് സാധനങ്ങൾ ഇല്ലാത്തടത്ത് അത് വാങ്ങിക്കാനും കോർട്ടുകൾ ഉണ്ടാക്കാനും മത്സരങ്ങൾ നടത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ വിമുക്തിയുടെ ഭാഗമായി ചെയ്യുന്നുണ്ട്. അതിന് പുറമെയാണ് ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇതെല്ലാം യുവതലമുറ മയക്കുമരുന്ന് എന്ന് പറയുന്ന ദോഷം എന്താണെന്ന് മനസ്സിലാക്കണം, അപകടം തിരിച്ചറിയണം, അതിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ്. അതിനുശേഷമുള്ള കാര്യമാണ് ഏതെങ്കിലും ഒരു കുട്ടിയോ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ഒരു പ്രത്യേകതരം ലഹരിക്ക് അടിമപ്പെട്ടുപോയാൽ അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കുന്നതിന് 14 ജില്ലകളിലും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിനോട് ചേർന്ന് സൗജന്യ അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 10 ജീവനക്കാരുണ്ട്. ഡോക്ടർ ഉൾപ്പെടെയുള്ള MBBS ഡോക്ടറും സൈക്കാട്രിസ്റ്റും ഉൾപ്പെടെ 10 ജീവനക്കാരുള്ള 14 സെൻ്ററുകൾക്ക് പുറമെ കോർപ്പറേഷനുകളിൽ 3 സെൻ്ററുകൾ അധികമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ചികിത്സ നടത്തുന്നു. ഇങ്ങനെ വളരെ വ്യക്തമായ രീതിയിൽ നടത്തപ്പെടുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനം വിമുക്തിക്കൊണ്ട് അത് വന്നതിന് ശേഷം വളരെ വിജയകരമായി ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. രക്ഷിതാക്കൾ ഞാൻ തന്നെ AEC ആയി പാലക്കാട് ജില്ലയിൽ ജോലി ചെയ്യുമ്പോൾ എത്രയെങ്കിലും പരാതികൾ എനിക്ക് വരികയും അത് പരിഹരിക്കാൻ എനിക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത്രയധികം കേസുകൾ വല്ലാതെ കൂടുന്ന സാഹചര്യം ഉണ്ടായത്? വിമുക്തിക്ക് ഫലപ്രദമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതൊരു വിപുലമായ സംവിധാനമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം കേസുകൾ ഉണ്ടാകുന്നത്? കേസുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് മുംബൈയിൽ
നമ്മുടെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒരു വലിയ കണ്ടെയ്നർ നിറച്ച് മയക്കുമരുന്ന് പിടിക്കുകയുണ്ടായി, പുതിയ തരം മയക്കുമരുന്ന്. ആ മയക്കുമരുന്ന് പിടിച്ച കൂട്ടത്തിൽ പ്രതികളായിട്ട് വന്നതിൽ 2 മലയാളികളുണ്ടായിരുന്നു. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവരെ വളരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം, ഈ കൊണ്ടുവരുന്ന മയക്കുമരുന്നുകൾ ഏകദേശം 500 കോടി രൂപ വിൽപ്പനയ്ക്കുള്ള മയക്കുമരുന്നാണ്. 80-90 കോടി രൂപയ്ക്കാണ് അവരിത് കൊണ്ടുവരുന്നത്. ഇത് നിമിഷങ്ങൾ കൊണ്ട്, ദിവസങ്ങൾക്കകം ഇത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതിനുള്ള സംവിധാനം, നെറ്റ്വർക്ക്, വളരെ ശക്തമായ നെറ്റ്വർക്ക് അവർക്കുണ്ട്. ഇത് നമ്മുടെ സ്റ്റേറ്റിലേക്കും എത്തും, പല ജില്ലകളിലേക്ക് പോകും. ഇത് വളരെ പെട്ടെന്നും വളരെ ശക്തമായി നടക്കുന്ന ഒരു നെറ്റ്വർക്ക് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടെന്നുള്ള കാര്യം സത്യസന്ധമായി പറഞ്ഞാൽ ശരിയാണ്. അതുമാത്രമല്ല, ഇത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും താഴെയുള്ള ആളുകൾ മുതൽ ഏറ്റവും മുകളിലുള്ള ആളുകൾ വരെ ഈ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. നമ്മൾ വളരെ മാന്യന്മാരെന്ന് കരുതുന്ന പല ആളുകളും ഇതിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് പണം മാത്രമാണ്. ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന ബിസിനസ് എന്ന അർത്ഥത്തിലാണ് ഇതിനകത്ത് ഏർപ്പെടുന്നത്. അപ്പോൾ പിന്നെ മറ്റുള്ളവൻ്റെ മക്കളോ മറ്റുള്ള ചെറുപ്പക്കാരുടെ ഭാവിയോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കുമായിട്ടാണ് എക്സൈസും പോലീസും എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ പിടിയിൽ നിന്നും മാറിപ്പോകുന്നതിന് അവർക്ക് പല മാർഗ്ഗങ്ങളുണ്ട്, ആധുനിക മാർഗ്ഗങ്ങളുണ്ട്, ഇഷ്ടം പോലെ. ഇപ്പം തന്നെ കഴിഞ്ഞ ഒരു 3 ദിവസത്തിന് മുമ്പ് 1 കോടിയുടെ കഞ്ചാവ് നമ്മൾ പിടികൂടിയ വാർത്ത കേട്ടിരുന്നു. ആ വാർത്തയിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്, അത് ആരുടെയും കയ്യിൽ തൊടാതെ എയർ വഴിയാണ് ആ അഡ്രസ്സിയുടെ കയ്യിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കണം. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ട് ഈ കേസുകൾ കണ്ടുപിടിക്കുന്നത്. കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ വരുന്ന മെറ്റീരിയലിൻ്റെ അളവും നെറ്റ്വർക്കും കൂടുമ്പോൾ കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ 40-45 ലക്ഷം കുട്ടികളുള്ള കേരളത്തിൽ ഈ കുട്ടികളെ ഇതിലേക്ക് പോകാതെ സംരക്ഷിക്കുന്നതിലാണ് എക്സൈസും പോലീസും ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത്. ഒരു പരിധിവരെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. തീർച്ചയായും എക്സൈസ് മന്ത്രിയും അക്കാര്യത്തിൽ ഇനി കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെലുത്താൻ പറ്റാത്തൊരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ സ്പോർട്സിലേക്ക് വിദ്യാർത്ഥികളെ കൂടുതലായി ആകർഷിക്കുക എന്ന് പറയുമ്പോൾ അതിനുള്ള സംവിധാനങ്ങളുണ്ടോ? എത്ര ഗ്രൗണ്ടുകളുണ്ട്, എത്ര സ്വിമ്മിംഗ് പൂളുകളുണ്ട് എന്ന ചോദ്യം ഇന്ന് റോജി എം ജോൺ സഭയിൽ ചോദിക്കുന്നത് കണ്ടപ്പോൾ പലയിടത്തും പണം കുടിശ്ശികയായിരിക്കുന്നു എന്നുള്ള സാഹചര്യം കൂടി സർക്കാരിനെ സംബന്ധിച്ചിട്ടപ്പോൾ ഉടൻ ഇതിലൊരു തീരുമാനമെടുക്കുമെന്നാണ് എക്സൈസ് മന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഡോക്ടറിലേക്ക് പോകുന്നു. ഡോക്ടർ LC ഉമ്മൻ, നമ്മൾ പല ഘട്ടങ്ങളിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ വീണ്ടും ഈ ലഹരി കൊലപാതകങ്ങൾ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന ഒരു കണക്ക്, ആ കണക്ക് ഞെട്ടിക്കുന്നതാണല്ലോ. കേരളത്തിൽ 2 മാസത്തിനിടെ നടന്ന 63 കൊലപാതകങ്ങളിൽ 30നും ലഹരി ബന്ധമാണ്. ഇത് പോലീസ് തന്നെ പറഞ്ഞിട്ടുള്ള കണക്കാണ്. അത് രാസലഹരി കഴിച്ച ശേഷം ഇക്കൊല്ലത്തെ കുറ്റകൃത്യങ്ങളിൽ 20% വർധനയുണ്ടായിരിക്കുന്നു എന്നുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ താമരശ്ശേരിയിലെ കൊലപാതകത്തിൽ 15 വയസ്സുള്ള കുട്ടികൾ ഇൻവോൾവ് ആയിരിക്കുന്ന ഈ കേസിൽ തന്നെ ഇതിനു മുമ്പ് ഈ ആക്രമണം നടത്തുന്നതിന് മുൻപ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിനുശേഷം വാട്സപ്പ് ഗ്രൂപ്പിൽ നടത്തിയ പ്രതികരണങ്ങളടക്കം പുറത്തേക്ക് വന്നത് നമ്മളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്. ഒരാൾ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ പറഞ്ഞ വാചകങ്ങൾ പോലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത്രത്തോളം ഭീതിതമായ സാഹചര്യമാണ്. എന്താണ് ചെയ്യാൻ പറ്റുക? ഗ്യാങ് ആക്ടിവിറ്റി തന്നെയല്ലായിരുന്നു, നമ്മളത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഒരു ഗ്യാങ് കൂടുക, അതിന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ട് ചർച്ച ചെയ്യുക, എന്തൊക്കെ ചെയ്യണമെന്ന് പറയുക, ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ വരാമെന്ന് അവർ തന്നെ കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഇതൊക്കെ ആയിരിക്കാം അതിൻ്റെ ഔട്ട്കം എന്നുള്ള ഒരു നിലയിൽ കൺക്ലൂഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതൊരു ഗ്യാങ് ആക്ടിവിറ്റി തന്നെയാണ്. ഈ ഗ്യാങ് ആക്ടിവിറ്റി സാധാരണഗതിയിൽ ആരൊക്കെയാണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ക്രിമിനൽ വാസനയുള്ളവർ തന്നെയാണ്. ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് തന്നെയാണ് ഗ്യാങ് ആക്ടിവിറ്റിയിൽ സാധാരണഗതിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ആൻറ്റി സോഷ്യൽ ട്രേറ്റ്സ് ഒരു മനുഷ്യനിൽ വരുന്നത്? അത് നമ്മൾ ആദ്യമേ നോക്കണം. 2 രീതിയിൽ വരാം. ഒന്നെന്ന് പറയുന്നത് ജനിതകമായിട്ട്. ഇപ്പോൾ നമുക്ക് കുടുംബ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ക്രിമിനൽ വാസനയോ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ട്രേറ്റ്സോ ഉള്ളവർ ഒരു 4 തലമുറ വരെ പുറകോട്ട് പോകാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 4 തലമുറയ്ക്ക് ശേഷവും വരെ ഇത്തരം രീതിയിൽ ഇൻഹെറിറ്റ് ചെയ്ത് വന്നിട്ട് ആ ഒരു സ്വഭാവ വ്യത്യാസം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, അങ്ങനെയുള്ള കുട്ടികൾ ചെറുതിലെ മുതലേ തന്നെ സ്വഭാവ വ്യതിയാനങ്ങൾ കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് കുഞ്ഞിലെ മുതലേ തന്നെ അക്രമാസക്തരാകുക, ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിപ്പിക്കുക, പിരിപിരിപ്പ് സ്വഭാവം കാണിക്കുക, മൃഗങ്ങളോട് ക്രൂരമായി പെരുമാറുക, ചെറിയ മോഷണമോ അല്ലെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ വളരെ ചെറുതിലെ തന്നെ ചില കോണ്ടാക്ട് പ്രോബ്ലംസ് ഇത്തരം കുട്ടികൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് അക്രമാസക്തരാകുക, പേരൻസിനെയും തിരിച്ച് ഉപദ്രവിക്കുക, തർക്കുത്തരം പറയുക,
അല്ലെങ്കിൽ നമ്മൾ തറുതല പറയുക എന്നൊക്കെ പറയത്തില്ലേ, ആ തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെയും ഈ കുട്ടികൾ കാണിക്കാറുണ്ട്. സ്കൂളിൽ പോകാതെ ഇരിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകാത്ത മറ്റ് സ്ഥലങ്ങളിലൊക്കെയും പോകുക, ഇത്തരം പ്രശ്നങ്ങൾ അവർ വളരെ ചെറുപ്പത്തിലെ തന്നെ കാണിച്ചു പോകാറുണ്ട്. അതുപോലെ തന്നെ പിരിപിരിപ്പും ഹൈപ്പർ ആക്ടിവിറ്റിയുമുള്ള കുട്ടികളുണ്ട്, ADHD എന്ന് പറയും. ഇങ്ങനെയുള്ള കുട്ടികൾ കൗമാരപ്രായം എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റ് ഇൻഫ്ലുവൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവർക്ക് ഈ കൗതുകം വളരെയധികം കൂടുതലായിരിക്കും, ക്യൂരിയോസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ളവർ സാധാരണഗതിയിൽ അവരുടെ മുതിർന്ന പ്രായത്തിലുള്ള കൂട്ടുകാരുമായിട്ട് കൂടി അവരിൽ നിന്നുമൊക്കെയും ഇൻഫ്ലുവൻസ്ഡ് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളുള്ള കുട്ടികൾ ലഹരി ഉപയോഗത്തിലേക്ക് തിരിയാനുള്ള ഒരു സാധ്യതയുമുണ്ട് കൗമാരപ്രായം എത്തുമ്പോഴേക്കും. അതൊക്കെയും ആ തരത്തിലാണ് അവരുടെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു വശത്ത്. മറുവശത്തെന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന സാഹചര്യം അനുസരിച്ച് ഒരു കുട്ടിയുടെ സ്വഭാവം അത് മോഡുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കുട്ടിയുടെ സ്വഭാവത്തെ രൂപീകരിച്ച് ആ ഒരു രൂപീകരണം നടന്നുകൊണ്ടേയിരിക്കും. ആ തരത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു റോൾ മോഡലോ ഒക്കെയും അവിടെയാണ് ഈ സിനിമ യഥാർത്ഥത്തിലുള്ള റോൾ മോഡൽസ് അവർക്ക് ചുറ്റുവട്ടമുള്ള രീതിയിൽ. ഇപ്പോൾ വയലൻസ് കണ്ടു വളരുന്ന കുട്ടികളിൽ വയലൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിപ്പോൾ വീട്ടിലെ വയലൻസ് ആകാം, അല്ലെങ്കിൽ അവർ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലെ വയലൻസ് ആകാം. ഈ സിനിമകളിൽ വയലൻസ് ഏറ്റവും കൂടുതൽ നടത്തുന്ന ആൾ ഹീറോ ആയിട്ട് വരികയാണ്. അപ്പോൾ അവരെ ആരാധിച്ച് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാവുകയാണ്. തീർച്ചയായിട്ടും. രണ്ടാമത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കിട്ടുന്നത് സിനിമ വരാം, വീഡിയോ ഗെയിംസ് വരാം. നമ്മൾ വയലന്റ് വീഡിയോ ഗെയിംസ് കണ്ടിട്ടുണ്ടോ? അത് അവർക്ക് ഓരോ ലെവലും ജയിച്ച് മുന്നേറണമെങ്കിൽ ഒരാളെ കൊല്ലുക, അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ് നടത്തുക, അല്ലെങ്കിൽ ഗണ്ണ് വെച്ച് വെടിവെച്ച് കൊല്ലുക, അങ്ങനെയാകുമ്പോൾ അവർ അടുത്ത ലെവലിലേക്ക് പോകും. അപ്പോൾ ആ വീഡിയോ ഗെയിമിൽ ജയിക്കണമെങ്കിൽ തന്നെ അതിനകത്തിലെ ഒരു സാങ്കല്പിക സിറ്റുവേഷനിൽ ഇട്ടാൽ മാത്രമേ അടുത്ത ഒരു പടിയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അത്തരം വയലന്റ് വീഡിയോ ഗെയിംസ് ആണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ല സിനിമയുടെ കാര്യം എടുത്താലും ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? സ്ക്രിപ്റ്റ് തിയറി എന്നുള്ളൊരു തിയറി ഉണ്ട്. അതായത് നമ്മൾ സിനിമയ്ക്കൊക്കെ സ്ക്രിപ്റ്റ് എഴുതും, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് സ്ക്രിപ്റ്റ് എഴുതും എന്ന് പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വയലൻസ് ഉള്ള രംഗങ്ങൾ കുട്ടികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, അത് യഥാർത്ഥത്തിലാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും മീഡിയയിലൂടെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് കാണുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിനിൽ സ്വാഭാവികമായിട്ടും ഒരു സ്ക്രിപ്റ്റ് തയ്യാറെടുത്ത് വയ്ക്കും. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിന്റ് പോലെ അത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ സ്ക്രിപ്റ്റിൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ റിയൽ ലൈഫിൽ വരുമ്പോൾ ആ സ്ക്രിപ്റ്റിലെ അവർ കണ്ട് ശീലിച്ച വയലന്റ് സീൻസിൽ ഉണ്ടായിരുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണോ അതേ രീതിയിൽ തന്നെ അത് ബ്രെയിനിൽ അത് കോഡ് ചെയ്ത് അതേ രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ അവർക്ക് ഇതേ ഒരു സാഹചര്യം വരുമ്പോൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് റിപ്പീറ്റഡായിട്ട് കണ്ട് പല ഇൻഫർമേഷനിലൂടെ ആയിരിക്കുമല്ലോ ഈ ബ്രെയിനിൽ ഇത്തരം കാര്യങ്ങൾ സ്ക്രിപ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതൊരു ബ്ലൂ പ്രിന്റ് പോലെ അവിടെ കിടക്കുകയാണ് നമ്മുടെ തലച്ചോറിൽ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ തലച്ചോറിൽ. എന്നിട്ട് സാഹചര്യം വരുമ്പോൾ ഇതേ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവർ ഇതിൽ നിന്നും ചെകഞ്ഞ് റിട്രീവ് ചെയ്ത് എടുക്കുന്നു. ഇത് വളരെ പ്രശസ്തിയേറിയ ഒരു തിയറി തന്നെയാണ്. അപ്പോൾ ഇത് വയലൻസിന് തീർച്ചയായിട്ടും ഒരു ഘടകം തന്നെയാണ് ഇങ്ങനെ കണ്ട് ശീലിച്ചവർക്കും. പക്ഷേ ഇത് മാത്രം ഒരു റിസ്ക് ഫാക്ടർ അല്ല. ഇതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ജനിതകമായിട്ട് ഫാക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യം എന്താണ്, പിന്നീട് കിട്ടിയ സാഹചര്യം എന്താണ്, പേരന്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, രക്ഷാകർതൃത്വത്തിൽ ആ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പിന്നീട് കിട്ടുന്ന കൂട്ടുകെട്ടുകൾ ഏതൊക്കെ തരത്തിലാണ്, അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിന്റെ പ്രസൻസ് ഉണ്ടോ, ഇതെല്ലാം കൂടെ ചേർന്നാണ് പിന്നീട് ഇത്തരം ഒരു വാസന ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുന്നത്. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഇത്തരം കാര്യങ്ങൾ കണ്ടും കേട്ടും നിന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി അതിനോട് റിയാക്ട് ചെയ്യുന്നതിനുള്ള റിയാക്ഷന് വ്യതിയാനം വരുന്നു. അത് കുട്ടിക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമുക്കൊരു ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭയത്തെ കീഴടക്കാനായിട്ട് ചികിത്സയുടെ ഒരു മാർഗമായിട്ട് തന്നെ ഈ ഡീസെൻസിറ്റൈസേഷൻ ഉപയോഗിക്കാറുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് സ്ലോലി ഈ ഒരു കാര്യത്തെ ഏതിനോടാണോ ഭയം അതിനെ എക്സ്പോസ് ചെയ്ത് അതിൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുത്തുന്നു ആ മനുഷ്യൻ്റെ തലച്ചോറിന് ആ ഒരു രംഗത്തോടുള്ള. ഇത് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ, അതിപ്പോൾ വീഡിയോ ഗെയിം ആണെന്നുണ്ടെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ഇത് കണ്ടും കേട്ടും വളർന്നവർക്ക് സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നു. അതിപ്പോൾ അക്രമമാണെങ്കിലും കൊലപാതകമാണെങ്കിലും ചോര കാണുന്നതാണെങ്കിലും അതിനോടുള്ള ഒരു വെറുപ്പോ അറപ്പോ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രതികരണ ശേഷിയോ തീരെ ഇല്ലാതായി ഡീസെൻസിറ്റൈസ്ഡ് ആയിട്ട് മാറുന്നു. ഇതൊരു സാധാരണ സംഭവം പോലെ, ഒരു റുട്ടീനായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവം പോലെ അവരുടെ ബ്രെയിനെ അതിനെ ചിത്രീകരിച്ച് ആ രീതിയിൽ ഡീസെൻസിറ്റൈസ്ഡ് ആകുകയും ചെയ്യുന്നു. അപ്പോൾ
ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ സാധാരണഗതിയിൽ വയലൻസിനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് ലഹരി ഉപയോഗം തന്നെയാണ്. കാരണം ലഹരി നമ്മുടെ തലച്ചോറിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എടുത്ത് ചാടി ചെയ്യാനുള്ള ഒരു വ്യഗ്രത സാധാരണഗതിയിൽ, ഞാൻ ഈ മുൻപേ പറഞ്ഞ പോലെ ഇമ്പൾസീവ് ആയിട്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ആന്റി സോഷ്യൽ എലമെന്റ്സിനൊക്കെ അങ്ങനത്തെ വ്യഗ്രത ഉണ്ടാവും. അല്ലാതെ സാധാരണ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പരിഷ്കൃതനായിട്ടുള്ള മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്? ഞാനിങ്ങനെ എടുത്തു ചാടിയാൽ ശരിയാവില്ല, ഇത് നിയമപ്രശ്നമാണ്, ഇത് നിയമക്കുരുക്കാണ് എന്ന് ചിന്തിച്ച് അവർ പുറകേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ലഹരി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഇൻഹിബിഷൻ പാടെ എടുത്തു മാറ്റും. മാത്രമല്ല താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഈ ആത്മവിശ്വാസത്തിന്റെ പേരിലാണ് ഒട്ടുമിക്ക ആൾക്കാരും ലഹരിയിലേക്ക് പോകുന്നത്. പക്ഷേ ഇത് താൽക്കാലികമാണെന്ന് മനസ്സിലാക്കാതെ ഇത് തീർച്ചയായും എന്നും നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഇൻഹിബിഷൻ അങ്ങ് എടുത്തു മാറി എന്തും എടുത്തു ചാടി ചെയ്യാനുള്ള ഒരു ത്വര വരുന്നു. എല്ലാ കണക്കുകളും എല്ലാ റിസർച്ചേഴ്സും എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത് ലഹരി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്രമത്തിൻ്റെയും വയലൻസിൻ്റെയും തോത് കൂടുതലാണ്. അപ്പോൾ നമ്മളിത് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കുട്ടികളെ വ്യക്തമായിട്ട് നോക്കണം. അതായത് പെരുമാറ്റ വൈകല്യങ്ങളുള്ള കുട്ടികൾ അത് ഒരു സുപ്രഭാതത്തിൽ അവർ ഒരു തലേദിവസം രാത്രി ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ചെയ്യുന്നതല്ല. തീർച്ചയായിട്ടും അവരുടെ സ്വഭാവത്തിൽ അതിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ഈ മാറ്റങ്ങൾ യഥാസമയം തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്ന ഇന്റർവെൻഷൻ എടുക്കുകയാണ് അഭികാമ്യം. അതിനാർക്കാണ് ഉത്തരവാദിത്വം? രണ്ടുപേർക്കാണ് പ്രൈമറിലി ഉത്തരവാദിത്വം. ഒന്ന് പേരൻസ് തന്നെയാണ്. കാരണം കുട്ടിക്ക് പെരുമാറ്റ വൈകല്യം ഉണ്ടെങ്കിൽ, കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അനുസരണക്കേട് ഉണ്ടെങ്കിൽ, ധാർഷ്ട്യ സ്വഭാവം ഉണ്ടെങ്കിൽ അതൊരു പെരുമാറ്റ പ്രശ്നമായിട്ട് തന്നെ അംഗീകരിക്കാൻ ആദ്യമേ പേരൻസ് തയ്യാറാകണം. ഇതിന് തക്ക സമയത്ത് ഇന്റർവെൻഷൻ കൊടുത്തില്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അവനൊരു പക്ഷേ ഒരു കൊലയാളിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇൻസൈറ്റ് ഏതൊരു പേരന്റിനും വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് മാത്രം തുടങ്ങിയിട്ട് പരിഹാരമാകാത്ത വിഷയമാണ്. വിവിധ മേഖലകളിൽ നിന്ന് ഒരേ സമയം തുടങ്ങേണ്ട പരിഹാര നടപടികളുണ്ട്. നവാസ്, ഇപ്പോൾ സഭയിൽ നിന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവുമായി പ്രതികരിക്കുമ്പോൾ ആത്യന്തികമായി ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് ഇത് നാടിനെ സംബന്ധിച്ച വിഷയമാണ്, സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ലീഗ് ആയാലും യൂത്ത് ലീഗ് ആയാലും ലഹരി വിരുദ്ധ പരിപാടികളൊക്കെ നിങ്ങളുടേതായ തരത്തിൽ നടത്തുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ യുവജന സംഘടനകളും ഒക്കെ ആ രൂപത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, സ്കൂളുകൾക്ക് പുറത്ത് കടകൾ കേന്ദ്രീകരിച്ചൊക്കെ എങ്ങനെയാണ് ഈ ലഹരി ഏജന്റുമാർ എത്തുന്നത്? നിങ്ങളും ഒരു പരിശോധന നടത്തിയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ വിവിധ സ്കൂളുകൾ അവരുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പുറമേക്ക് പറയാനാണ് പലപ്പോഴും താല്പര്യപ്പെടുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂളിന് ചീത്തപ്പേരുണ്ടാകുന്ന ഒരു കാര്യം പുറത്തു പറയില്ല എന്നൊരു നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതല്ല യഥാർത്ഥത്തിൽ സ്കൂളിൻ്റെ പേരോ സ്കൂളിൻ്റെ അഭിമാനമോ എന്നതിനപ്പുറം കുട്ടികളുടെ ഭാവിയാണ്, അവരുടെ ജീവിതമാണ് എന്ന തരത്തിലേക്ക് ഒരു ചിന്ത കൊണ്ടുവരാൻ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഇനീഷ്യേറ്റീവ് എന്താണ് നവാസ്? സ്മൃതി, ഒന്ന്, ഇത് കേവലം കുട്ടികളെന്നല്ല, ഒരു ജനറേഷനെ ഒന്നായി വൈപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സായി ഈ പ്രോസസ്സ് മാറിയിട്ടുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. നമ്മുടെ സ്കൂളുകളിൽ ഒട്ടുമിക്ക സ്കൂളുകളുടെ പരിസരത്തും ഇത് ലഭ്യമാണ് എന്നതും യാഥാർത്ഥ്യമാണ്. ഇത് ഉപയോഗിക്കുന്ന വ്യക്തി ഉപയോഗിച്ച് പോവുക മാത്രമല്ല, തൻ്റെ തൊട്ട് താഴെയുള്ള ജൂനിയർ വിദ്യാർത്ഥികൾക്ക് അത് കൈമാറിക്കൊണ്ട് ഇതിൻ്റെ ഒരു ചെയിൻ രൂപപ്പെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും അപകടകരമായൊരു കാര്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാവുന്ന രൂപത്തിലുള്ള പദ്ധതികൾ സ്കൂളുകളിൽ ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്, കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾ ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ലഹരി വിരുദ്ധ റാലികൾ സംഘടിപ്പിക്കുന്നത്. ഈ ബോധവൽക്കരണം മാത്രമാണ് ഞങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യം. ശ്രീമതി എൽസി ഉമ്മൻ ഇവിടെ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്താണ് ആ പറഞ്ഞ പ്രശ്നങ്ങളുടെ പരിഹാരം? ഒരു കുട്ടി മോൾഡ് ചെയ്യപ്പെടുമ്പോൾ എവിടെയാണ് ആ മോൾഡിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്? അത് ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ സ്മൃതിയെ പോലെ, എന്നെ പോലെ, ഇവിടെ ചർച്ചകരിക്കുന്ന മധുസൂദൻ സാറിനെ പോലെ, പിന്നെ അരുൺകുമാറിനെ പോലെ, എൽസി ഉമ്മനെ പോലെ നമ്മളെല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് ഒരു പ്രോസസ്സ് ആരംഭിക്കേണ്ടതുണ്ട് എന്നൊരു യാഥാർത്ഥ്യം. അടിസ്ഥാനപരമായി ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ ഫാമിലിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള സങ്കടം വരുമ്പോൾ, ഇത്തരം ലഹരിയിലേക്ക് പിന്നെ അഭയം പ്രാപിക്കപ്പെടുമ്പോൾ, വലിയ സന്തോഷം വരുമ്പോൾ ലഹരിയിലേക്ക് അഭയം പ്രാപിക്കപ്പെടുമ്പോൾ, എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് അഭയം പ്രാപിക്കുന്നില്ല, അമ്മയുടെ മടിത്തട്ടിലേക്കോ അച്ഛൻ്റെ മാറിടത്തിലേക്കോ ഇവർ വരുന്നില്ല എന്നത് അച്ഛനും അമ്മയും ചിന്തിക്കുകയും, എന്തുകൊണ്ട് പോകുന്നില്ല എന്നത് അവർ സ്വയം ചിന്തിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് കുടുംബത്തിലൊരു സംസ്കരണം നടക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങളുടെ ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഉറവിടം തടയുക എന്നത് മാത്രമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നടക്കുക. ഇവിടെ ഇവിടെ മധുസൂദൻ സാർ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു. ഉപയോഗിക്കുന്ന ആളുകളെ പിടിക്കുക എന്ന് പറയുന്നത് നിയമപരമായി നടക്കേണ്ട പ്രോസസ്സാണ്. പക്ഷേ ഉറവിടങ്ങളെ തടയാൻ സർക്കാർ ഗൗരവമായ ഇടപെടൽ ഉണ്ടാകണം. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറായുള്ളൂ, ഇന്നലെ വൈകുന്നേരമാണ് MSFൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒരു വാട്സപ്പ് നമ്പർ പുറത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ക്യാമ്പസ് പരിസരത്തോ നാട്ടിൻപുറങ്ങളിലോ ലഹരി വിൽക്കുകയോ അതിന് നേതൃത്വം കൊടുക്കുകയോ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ രഹസ്യമായി വിവരം തന്നാൽ അത് ശരിയാണെങ്കിൽ 5000 രൂപ പാരിതോഷികം തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വിവിധ 42ഓളം ജെന്യൂനായ കേസുകൾ വന്നു.
അതിൽ പ്രധാനപ്പെട്ട 2 കേസുകൾ ഞാൻ പ്രിയപ്പെട്ട സ്മൃതിക്ക് മുമ്പിൽ പറയാം. അതിൽ ഒരു കേസ് 944717 എന്ന് പറയുന്ന കേരളത്തിലെ എക്സൈസിന്റെ കൺട്രോൾ റൂം നമ്പറിലേക്ക് പലതവണ വിളിച്ചു പറഞ്ഞിട്ടും ഞങ്ങൾക്ക് അതിൽ പരിഹാരം കിട്ടിയില്ല എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് 2 പരാതികൾ വന്നത്. ഞാൻ ആ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിവരത്തെ പുറത്തു പറയാൻ, അദ്ദേഹത്തിന്റെ വ്യക്തിഗത വിവരങ്ങൾ പുറത്തു പറയാൻ, കുട്ടിയുടെ വിവരങ്ങൾ പുറത്തു പറയാൻ പ്രയാസമുണ്ട്. ഇത് ഈ എക്സൈസ് കൺട്രോളിലെ ഈ നമ്പറിലേക്ക് 2 തവണ കുട്ടിയെ പരാതി അയച്ചതാണ്. ആ കുട്ടിയുടെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. കുട്ടി വൈകാരികമായി പറയാണ്, ഞാൻ പോലീസിൽ പരാതി പറഞ്ഞു, എക്സൈസിൽ പരാതി പറഞ്ഞു, ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല, നിങ്ങൾ 5000 രൂപ ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യും എന്ന് പറയുന്ന വൈകാരികമായ കുട്ടിയുടെ പ്രതികരണം എൻ്റെ പക്കലുണ്ട്. എന്ന് വെച്ചാൽ ഉറവിടങ്ങളെ തടയാൻ സർക്കാർ എന്തു ചെയ്തു? ഇന്ന് സഭയിൽ ശരിയാണ്, വലിയ ചർച്ച നടന്നു, മുഖ്യമന്ത്രി സംസാരിച്ചു, പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു, എല്ലാം നടന്നു. ഞാൻ ചോദിക്കട്ടെ, ഭരണപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അത്രയും നേരം സംസാരിച്ചിട്ട് സ്മൃതി നിങ്ങൾ കേട്ടല്ലോ, ഞാൻ കേട്ടു സംസാരം, പരിഹാരത്തെക്കുറിച്ച് എന്ത് മുഖ്യമന്ത്രി പറഞ്ഞു? ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി വിമർശിക്കുമ്പോഴേക്കും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുമ്പോഴേക്കും പൊട്ടിത്തെറിക്കുന്ന മുഖ്യമന്ത്രി, എൻ്റെ സംസ്ഥാനം നല്ല ഇമേജിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ അദ്ദേഹം നടത്തുന്നത്? അരുൺകുമാർ, ഞങ്ങൾ ഭരണത്തെ വിമർശിക്കുമ്പോൾ അരുൺകുമാർ ഈ ചാനലിന്റെ തുടക്കത്തിൽ പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ പൊട്ടിത്തെറിക്കല്ല, നമ്മൾ പരസ്പരം ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ട കാര്യമല്ലേ? വൈകാരികമായ പ്രതികരണങ്ങളല്ലല്ലോ, ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് നവാസ്, ഇപ്പോൾ 9 വർഷം നിങ്ങൾ എന്ത് ചെയ്തു എന്ന രമേശ് ചെന്നിത്തല ചോദിക്കുമ്പോൾ 9 വർഷം മുൻപ് ഉള്ള സാഹചര്യമല്ല 9 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ളത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ടല്ലോ. കോവിഡാനന്തര കാലം വല്ലാതെ മാറ്റമുണ്ടായിട്ടുണ്ട്. മൊബൈൽ ഫോണിലേക്ക് ലോകം ചുരുങ്ങുന്ന രൂപത്തിൽ കുട്ടികൾ മാറിയിട്ടുണ്ട്. അത് ഏതൊക്കെ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അത് വലിയ മാറ്റം തന്നെയാണ്. അത് ഈ 9 വർഷത്തിനിടയിൽ സംഭവിച്ചത് തന്നെയാണ് നവാസ്. തീർച്ചയായും ഞാൻ അതിലേക്ക് എനിക്ക് താമരശ്ശേരി കേസുമായി ബന്ധപ്പെട്ട കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. ആദ്യം താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാം. ശരിയാണ്, കോവിഡാനന്തര കേരളത്തിനകത്ത് വളരെ കൃത്യമായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഉറവിടങ്ങളെ തടയാൻ അധികാരികൾക്കേ സാധ്യമാകൂ. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും എക്സൈസ് വകുപ്പും ജോയിന്റ് ആയ ഒരു മൂവ്മെന്റേ സാധ്യമാകും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു MLAയുടെ മകൻ, ഞാൻ MLAയെ കുറ്റപ്പെടുത്തുന്നില്ല, എനിക്ക് നാളെ എന്റെയോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ സംഭവിക്കാവുന്ന ഒരു അപകടമാണിത്. അവരുടെ മകനുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായി. എന്താ അതിന് പര്യവസാനം ഉണ്ടായത്? സാക്ഷികൾ കൂറുമാറി, കേസെടുത്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. അതല്ലേ അവസാനം ഉണ്ടായത്? പോട്ടെ, ഇനി അത് പോട്ടെ. കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഏതെങ്കിലും ഒരു കേസിൽ അതിന് ഉറവിടം കണ്ടെത്തിയോ? അവിടേക്ക് എത്തിയോ പോലീസ്? എന്താ എത്താൻ കഴിയാതെ പോകുന്നത്? എവിടെയാണ് ഇത് സ്റ്റക്ക് ആകുന്നത്? പരിശോധിക്കണം. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പരിശോധിക്കണം. ഞാനൊരു FIR പറയാം. ഞാൻ കേരളത്തിലെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൾ ഒരു ഡ്രഗ്സ് കേസിൽ പ്രതിയായി എറണാകുളത്ത് കഴിഞ്ഞ 2023 എറണാകുളത്ത് ആ കേസിൽ പ്രതിയായി. എൻ്റെ കയ്യിൽ FIRന്റെ കോപ്പി ഉണ്ട്. ആ FIRന്റെ കോപ്പിയിൽ ആ പെൺകുട്ടിയും 2 ആൺ സുഹൃത്തുക്കളും പുലർച്ചെ 3 മണിക്ക് പോലീസ് സംശയാസ്പദമായ സ്ഥലത്ത് പിടിക്കപ്പെട്ടു. അവരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന മയക്കുമരുന്ന് MDMA ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ പിടിക്കപ്പെട്ടു. അത് എവിടുന്ന് കിട്ടിയെന്ന് അന്വേഷണം നടത്തി. കുസാറ്റ് ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിയുടെ പേര് പറഞ്ഞു. അവിടെ നിന്നു ആ കേസ്. അവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ചോദിച്ചു, ഉറവിടത്തിലേക്ക് എത്താതെ നമുക്ക് ഇതിനെങ്ങനെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയും? ഞാൻ ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കല്ല. എൻ്റെ നാളെയുടെ തലമുറയ്ക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടിയും നമ്മുടെയൊക്കെ കുടുംബത്തിന് വേണ്ടിയും ഗവൺമെന്റ് ഉറവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. തീർച്ചയായും തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് കാര്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ആ വിമർശനങ്ങളെ ആ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് നടപടി എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ അരുൺകുമാർ, ഇപ്പോൾ മറ്റ് വിമർശനങ്ങൾ മാറ്റിവെച്ചാലും ഉറവിടത്തിലേക്ക് എത്തുന്നുണ്ടോ ഈ അന്വേഷണങ്ങൾ? ഉറവിടത്തിലെത്തി കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി അതിന് നിയമസഭയിൽ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ രാജ്യത്ത് ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ വരുന്ന തുറമുഖങ്ങളുടെ ലിസ്റ്റ് രാജ്യസഭയിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായി അതിന്റെ കണക്ക് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിലെ ഒറ്റ തുറമുഖങ്ങൾ ഇത്തരത്തിൽ മയക്കുമരുന്ന് കൊണ്ടുവരുന്നതോ ഏതെങ്കിലും പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നും നമുക്ക് വരുന്ന എല്ലാ ബാഗേജുകളും പരിശോധിക്കാനുള്ള സംവിധാനമില്ല. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനം എന്നുള്ളത് ഏറ്റവും ചെറിയ ഒരു സാഹചര്യത്തിൽ പോലും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നു എന്നതാണ്. കേസിന്റെ എണ്ണം കൂടുതൽ, ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ റേറ്റ് ഉള്ള സംസ്ഥാനം കേരളമാണ്. ഇപ്പൊ ഡ്രഗ് ക്യാപിറ്റൽ എന്നാണ് പഞ്ചാബ് അറിയപ്പെടുന്നത്. ആ പഞ്ചാബ് അങ്ങനെ അറിയപ്പെടുമ്പോഴും അവിടെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം കുറവാണ്. 25,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം കണ്ടെത്തിയത്. അതിൽ 100 കോടി രൂപയിൽ താഴെ മാത്രമാണ് കേരളത്തിൽ നിന്ന്. 25,000 കോടിയിൽ 100 കോടി. അപ്പോൾ കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ ഇവിടെ വളരെ കുറവാണ്. ഏറ്റവും കുറച്ച് ഇത്തരത്തിലുള്ള കേസുകൾ ഉള്ള സാഹചര്യമാണ്, തൊണ്ടിയോടെ പിടിക്കുന്ന സാഹചര്യങ്ങൾ. പക്ഷേ നമ്മൾ ഇതിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട സൈക്കാട്രിസ്റ്റ് പറഞ്ഞതുപോലെ ഏറ്റവും ശക്തമായിട്ടുള്ള ബോധവൽക്കരണം കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇപ്പോൾ അങ്ങ് ചോദിച്ചു, കോവിഡ് ആനന്തര കേരളം, രാജ്യം, ലോകം, ഇത് വളരെ പ്രാധാന്യമുണ്ട്. അന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന അച്ഛനും
അമ്മയും മാത്രമാണ്, വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളുകളാണ്. ഇപ്പോൾ ഏറ്റവും സൗകര്യമുള്ള മൊബൈൽ ഫോൺ എല്ലാം കൊച്ചു കുട്ടികൾക്ക് വരെ കിട്ടുന്ന തരത്തിൽ ആ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് നാട് ഒന്നാകെ ഗവൺമെന്റ് സംവിധാനം എല്ലാം ഉണർന്നു പ്രവർത്തിച്ചതിന്റെ ഭാഗമായി നമ്മുടെ നാടാകെ മാറിയിരിക്കുന്നു. ഇപ്പൊ വീട്ടിൽ തന്നെ കുട്ടികളുമായി അധികം സമയം ചെലവഴിക്കാൻ രക്ഷിതാക്കൾക്ക് സമയമില്ല, രക്ഷിതാക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ കുട്ടികൾക്ക് സമയമില്ല. പരസ്പരം സംസാരിക്കുന്നത് പോലും ചുരുങ്ങി വരുന്ന ഒരു സാഹചര്യമാണ്. കൊച്ചുകുട്ടികൾ സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വന്ന് രക്ഷിതാക്കളോട് പറയും, അത് കേൾക്കാൻ പോലും രക്ഷിതാക്കൾക്ക് മനസ്സില്ലാത്ത ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. +2, +1, 9ാം ക്ലാസ്, 10ാം ക്ലാസ് അത്തരം കുട്ടികൾ അന്തർമുഖരായിട്ട് ഒരു മുറിയിലേക്ക് ചുരുങ്ങുമ്പോൾ, ഒരു മൊബൈലിലേക്ക് ചുരുങ്ങുമ്പോൾ അവരെ നിരീക്ഷിക്കാനും അവരുടെ യാത്രാ സംസാരം ഇടപെടലുകൾ, സ്കൂള്, ട്യൂഷൻ സെന്ററുകൾ, അതുപോലെ യാത്ര ചെയ്യുന്ന ബസ്, ഇത്തരത്തിലുള്ള സൗഹൃദ വലയങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു കേസ് പിടിക്കപ്പെട്ടാൽ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന പ്രവണതയല്ല വേണ്ടത്. അവരെ കണ്ടെത്തി അവരെ കരുതലോടെ ഇടപെട്ട് ഈ തെറ്റുകൾ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. അവർക്ക് ഒപ്പമുണ്ട്, ഈ നാട് ഒപ്പമുണ്ട്, അധ്യാപകരും PTA-യും രക്ഷിതാക്കളും എല്ലാം ഒപ്പമുണ്ട്. ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് വീണ്ടും വീണു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന രൂപത്തിൽ ബോധവൽക്കരിക്കണം. അപ്പോൾ വീട്, ട്യൂഷൻ സെന്റർ, യാത്രാ സ്ഥലങ്ങൾ, വായനശാല, ക്ലബ്ബ്, റെസിഡൻസ് അസോസിയേഷൻ, NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഇവരെല്ലാം ഉണർന്നു പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ വിമുക്തിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇപ്പൊ വിമുക്തി മൂലം ഔട്ട് പേഷ്യന്റ് ആയിട്ട് ചികിത്സിക്കപ്പെട്ടവർ 1,36,550 പേരാണ്. ഇൻപേഷ്യന്റ് ആയിട്ട് ചികിത്സിക്കപ്പെട്ടവർ കഴിഞ്ഞ ഒരു വർഷം 1,10,078 അതുപോലെ ബോധവൽക്കരണ ക്ലാസ് സ്കൂളുകളിൽ തന്നെ 59,917 ബോധവൽക്കരണ ക്ലാസ് നടത്തി. കോളേജിൽ 5,825 ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൗൺസിലിംഗ് നടത്തിയത് 4,581 പേർക്കാണ് നേരിട്ട് കൗൺസിലിംഗ് നടത്തുക. ഇപ്പൊ കൗൺസിലിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടവർക്കായിരിക്കുമല്ലോ കൗൺസിലിംഗ് കൊടുക്കുക. ഫോണിലൂടെ കൗൺസിലിംഗിൽ ആവശ്യപ്പെട്ടത് 18,698 പേരുണ്ട്. തീരദേശങ്ങളിൽ, ആദിവാസി മേഖലകളിലെല്ലാം വിമുക്തിയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം രഹസ്യമാക്കി വയ്ക്കും, പുറത്തങ്ങനെ കണക്കുകൾ വിടില്ലല്ലോ. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ കൂട്ടായിട്ടുള്ള പ്രവർത്തനം വേണം. അതിൽ രാഷ്ട്രീയ, മത, ജാതി വ്യത്യാസങ്ങളുടെ കണക്ക് പാടില്ല, അത്തരത്തിലുള്ള വിവേചനം പാടില്ല. വരും തലമുറയെ ശരിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് പോകാത്ത തരത്തിൽ ഏറ്റവും ശക്തമായിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം. ബദലായി സ്പോർട്സ് ശക്തിപ്പെടുത്തണം. സ്പോർട്സ് ആയിരിക്കണം നമ്മുടെ ലഹരി. ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും പൊതുസമൂഹത്തിൽ ഇടപെടലുമായിരിക്കണം നമ്മുടെ ലഹരി. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ, എത്ര ഗ്രൗണ്ടുകളുണ്ട്, എത്ര സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്ന ചോദ്യം ഇന്ന് സഭയിൽ ഉയർന്നിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു വലിയ കളിസ്ഥലം, ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൗണ്ട്, അത് ഷട്ടിലോ കളിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വോളിബോൾ കളിക്കാനോ ചെറിയ ഗ്രൗണ്ട് ആണെങ്കിൽ അങ്ങനെ, ഫുട്ബോളും ക്രിക്കറ്റും കളിക്കാവുന്ന വലിയ ഗ്രൗണ്ട് 2-3 വാർഡുകളിൽ ഉൾപ്പെടെ അങ്ങനെ ഒരു പഞ്ചായത്തിൽ ഒരു വലിയ സ്റ്റേഡിയം എന്ന ആശയമാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അടുത്ത കാലത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക പരാധീനത മൂലം ഉദ്ദേശിച്ച തരത്തിൽ മുന്നേറാൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ ലഹരി സ്പോർട്സ് ആണ്, അതൊരു ആർട്സ് ആണ് എന്ന രൂപത്തിലുള്ള ഒരു പൊതുവികാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്ന തരത്തിൽ ശരി, മധുസൂദനൻ സമയക്കുറവുകൊണ്ടാണ്. ശ്രീ മധുസൂദനൻ, എല്ലാം ചെയ്യുന്നുണ്ട്, ചെയ്തതിന്റെ കണക്കും ഇപ്പോൾ പിടിക്കപ്പെട്ടവരുടെ കണക്കും അവരെ പുറത്തെത്തിക്കാൻ ശ്രമിച്ചതിന്റെ കണക്കും ഒക്കെ പുറത്തു വരുമ്പോൾ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വലിയ കണക്കിൽ നിന്നും പുറത്തു കിടക്കുക എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാനിവിടെ പറഞ്ഞതിലെ ഒരു ചെറിയ മിസ്റ്റേക്കായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഞാനൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ആലപ്പുഴയിൽ MLA-യുടെ കേസെടുത്തപ്പോൾ സ്ഥലം മാറ്റിയത് കേസെടുത്ത സർക്കിൾ ഇൻസ്പെക്ടർ അല്ല, അദ്ദേഹത്തിൻ്റെ പേര് ജയരാജൻ എന്നാണ്. പക്ഷേ സ്ഥലം മാറ്റിയത് ഡെപ്യൂട്ടി കമ്മീഷണറായ ജയരാജനെയാണ്. അത് തെറ്റിദ്ധരിക്കരുത്. അത് അദ്ദേഹം ഒരു മാസം മുമ്പ് ചോദിച്ച മാറ്റമാണ്. പിന്നെ മറ്റൊന്ന്, സോഴ്സ് കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. സോഴ്സ് കണ്ടെത്തുന്നുണ്ട്. എക്സൈസ് വിവിധ സ്ഥലങ്ങളിൽ സോഴ്സ് കണ്ടെത്തുന്നുണ്ട്. ബാംഗ്ലൂരിൽ MDMA ഇങ്ങോട്ട് കടത്തിയ ഒരു 10ഓളം ആളുകളെ നമ്മൾ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചത്, വിദേശികൾ ഉൾപ്പെടെ ഉള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ കേസുകളുടെ എണ്ണം കൂടുന്നതിൻ്റെ കാരണം അരുൺകുമാർ പറഞ്ഞതാണ് ശരി. കാരണം നമ്മൾ ചെറിയൊരു അളവ് മെറ്റീരിയൽ കിട്ടിയാൽ പോലും നമ്മൾ കേസെടുക്കും. മറ്റുള്ള സ്റ്റേറ്റിൽ അത് അത്രത്തോളം ഉണ്ടോ എന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ കേസുകൾ എടുക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിലാണ്. പിന്നെ ഇപ്പം നമ്മൾ ചോദിച്ചത് ഈ കണക്കുകളിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കുമെന്ന് ചോദിച്ചതിന് അതുമായി ബന്ധപ്പെട്ട് പറയാവുന്നത്, കേസുകളുടെ എണ്ണം കുറയണമെങ്കിൽ യൂണിഫോമുള്ള ഫോഴ്സുകളും സമൂഹവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചേ പറ്റൂ. ഈ സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പ്രധാനപ്പെട്ട സ്ഥാനമെന്ന് പറയുന്നത്. ശ്രീ നവാസ് പറഞ്ഞത് വളരെ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് DYFI പോലും മറ്റ് ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ കൂടെ അത് ഏറ്റെടുത്ത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളോടൊപ്പം ഇവർ സഹകരിക്കുകയാണെങ്കിൽ കൃത്യമായി ഈ എണ്ണം ഉണ്ടാവുകയില്ല, എണ്ണം കുറയും, വരവ് തന്നെ നിലയ്ക്കും, നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു നമ്പർ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞത്, അത് ഈ എല്ലാ ജില്ലയിലും
ഉള്ള ഒരു കോമൺ നമ്പറുണ്ട്. അത് 94 47 17 80 50 എന്ന് തുടങ്ങുന്ന നമ്പറാണ്. 94 47 17 80 50 തുടങ്ങിയിട്ട് 51 52 51 തുടങ്ങി 66 വരെ പോകും. ഇത് ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ നമ്പറാണ്, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ. ഒന്നുകൂടെ ഞാൻ പറയാം, 94 47 17 80 50 50 തൊട്ട് 51 52 അങ്ങനെ 66 വരെ പോകും. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഡോക്ടർ പറഞ്ഞതിനോട് ചേർത്ത് ഒരു സെക്കൻഡ് കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഡോക്ടർ പറഞ്ഞതിനോട് ചേർത്തൊരു കാര്യം, പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് രക്ഷകർത്താക്കൾ ചെയ്യാത്തൊരു കാര്യമുണ്ട്. എനിക്ക് തന്നെ പല അനുഭവങ്ങളുണ്ട്. സാറേ, ഞങ്ങൾ അതിന് പോയാൽ കുട്ടിയുടെ ഭാവി എന്താവും, നാണക്കേടല്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു സമീപനം മാറണമെന്ന് കൂടി എനിക്ക് അഭിപ്രായമുണ്ട്. ശരി, ക്രിമിനൽ കേസുകളുടെ എണ്ണം, കുട്ടികൾ പ്രതികളായിട്ടുള്ള ക്രിമിനൽ കേസുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഒരു മനോഭാവം പൊതുവായി ഉയർന്നു വരുന്നു. കൊലപാതക കേസുകൾ, റാഗിംഗ് കേസുകൾ, ഇതിലൊക്കെ തന്നെയും ലഹരിയുടെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നും പുറത്തു കടക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ഇക്ബാൽ ഷബാസിന്റെ പിതാവ് PK നവാസ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ചിറക്കര മധുസൂദനൻ, മുൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, ഡോക്ടർ LC ഉമൻ, സൈക്കാട്രിസ്റ്റ്, എല്ലാവർക്കും നന്ദി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.